بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ CD ടവർ നിലവിൽ വന്നതിന് ശേഷം ആഴ്ചതോറും നടക്കുന്ന പഠന ക്ലാസ്സിനാണ് നാം ഇപ്പോഴുള്ളത്. എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു നേരം പോക്കിന് വന്നിരിക്കുന്നത് പോലെ ഇരിക്കാതെ കടലാസും പേനയുമൊക്കെയായി വരണം. പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ, അതല്ലെങ്കിൽ ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമായി നിങ്ങളൊരു നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആ ക്ലാസ്സിൻ്റെ പേര്, സംസാരിച്ച ആൾ, വിഷയം, ഡേറ്റ് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിനുള്ള പ്രധാന പോയിന്റുകൾ നിങ്ങൾ ക്ലാസ്സിനിടയിൽ നോട്ട് ചെയ്യണം. എപ്പോൾ എടുത്ത് വായിച്ചു നോക്കിയാലും ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഒന്ന് ഓർമ്മ പുതുക്കാൻ സാധിക്കുന്ന വിധം ഒരു നോട്ട് എടുക്കണം. അങ്ങനെ പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ നിരന്തരമായ പഠനത്തിനുള്ള ഒരു വേദിയായി നിങ്ങൾ ഇതിനെ കാണണം. സംഘാടകർ അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശ്രമമായി എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സലഫി മൻഹജ് എന്നത് നമ്മുടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോൾ കൂടുതലായി നമ്മൾ കേൾക്കുകയും കേരള ജമിയത്തുൽ ഉലമയുടെ ഒന്നാമത്തെ തീരുമാനം തന്നെ അതുമായി ബന്ധപ്പെട്ടതാകുകയും ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിൻ്റെ മാർഗം അവലംബിക്കേണ്ടതാണ് എന്നാണ് കേരള ജമിയത്തുൽ ഉലമ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടിയിരുന്നെടുത്ത തീരുമാനങ്ങളിൽ ഒന്നാമത്തേത്. വാസ്തവത്തിൽ സലഫി മൻഹജ് എന്ന ഈ വിഷയം നമ്മുടെ കൂട്ടത്തും പിരിഞ്ഞുപോയ മടവൂരികൾ
വളരെയേറെ പരിഹസിക്കുകയും കൊച്ചാക്കി കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇതൊരു 5ാം മദ്ഹബാണ്, ഇതൊരു ഗൾഫ് ഇറക്കുമതിയാണ്, ഇത് മുജാഹിദുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു പുതിയ ചിന്താധാരയാണ് എന്നൊക്കെ പറഞ്ഞ് സലഫി മൻഹജിനെ കളിയാക്കുകയും ആ സലഫി മൻഹജ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വാദിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴായി പല പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിരിക്കാനിടയുണ്ട്. എന്നിരുന്നാലും ഒരു വിഷയം എന്ന നിലയ്ക്ക് നമ്മളിത് ചർച്ചാ വിധേയമാക്കുകയും പഠിക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ചാ വിധേയമാക്കുകയും പഠിക്കുകയും എന്താണ് നാം പറഞ്ഞ കാര്യമെന്നും എന്താണ് അവർ ഇതിനെ എതിർക്കാനുള്ള കാരണമെന്നും നാം അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ ഒരാദ്യ ഭാഗം എന്ന നിലക്ക് ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുസാർ പറഞ്ഞതുപോലെ 1-2 ക്ലാസ്സുകൾ കൂടി എടുത്താലേ ഈ വിഷയം നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ആളുകൾക്ക് പഠിക്കാവുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി മൻഹജ് എന്ന വാക്കിന് എന്താണ് അർത്ഥം? നഹജ എന്ന അറബി വാക്കിൽ നിന്നാണ് അതുണ്ടാകുന്നത്. നഹജ എന്ന് പറഞ്ഞാൽ വളുഹ വസ്തബാന, വ്യക്തമായി വെളിവായി എന്നാണ് അർത്ഥം. അപ്പൊ നഹ്ജൻ എന്ന് പറഞ്ഞാൽ വാലിഹൻ, തരീഖുൻ നഹജ് എന്ന് പറഞ്ഞാൽ തരീഖുൻ വാലിഹ്, വ്യക്തമായ വഴി എന്നാണ് അർത്ഥം. മിൻഹാജ് എന്ന വാക്ക് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും, അത് ഖുർആനിൽ ഉപയോഗിച്ച വാക്കാണ്. മിൻഹാജിനും മൻഹജിനും ഒരേ അർത്ഥമാണ് യഥാർത്ഥത്തിലുള്ളത്. വൽ മിൻഹാജു കൽ മൻഹജ് എന്ന് ഡിക്ഷണറികളിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, സൂറത്ത് മാഇദയിലെ 48-ാമത്തെ ആയത്ത്, നിങ്ങളിൽ എല്ലാവർക്കും ഓരോ മിൻഹാജ് നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹാജ് എന്ന വഴി, മാർഗം എന്നാണ് അവിടെ ഉദ്ദേശം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്തത് ഐ സബീലം വ സുന്നതൻ, ഒരു മാർഗവും ഒരു നടപടിക്രമവും നിങ്ങൾക്ക് എല്ലാവർക്കും നാം ഏർപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്ന ആയത്താണത്. ഖുർആനിൽ മൻഹജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് മിൻഹാജ് എന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മെത്തേഡ് എന്ന് ഇതിനർത്ഥം കൊടുത്തത് കാണാം. മാർഗം, വഴി, രീതി എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ മെത്തേഡ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഖുർആനിലും ഹദീസിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, മിൻഹാജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഭാഷാപരമായ അർത്ഥത്തിൽ തന്നെയാണ്. അതായത് ഭാഷയിൽ ഉപയോഗിക്കുന്ന അതേ അർത്ഥം മിൻഹാജ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഖുർആനിലും ഹദീസിലും ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ആയത്ത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, റഅയ്തു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഅയ, ഞാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സ്വപ്നം കണ്ടു. റഅയ്തു കഅന്ന റജുലൻ അതാനി ഫഖാല ലീ ഇൻതലിഖ്, കണ്ടത് ഇങ്ങനെയാണ്, ഒരാൾ എൻ്റെ അടുക്കൽ വന്നതുപോലെ, എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു ഇൻതലിഖ്, നടക്കുമെന്ന് പറഞ്ഞു. ഫദഹത്തു മഅഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. ഫസലക ബി മൻഹജൻ അലീമ, അദ്ദേഹം ഒരു വലിയ വഴിയിൽ ഞാനുമായി പ്രവേശിച്ചു, എന്നോടൊപ്പം പ്രവേശിച്ചു. അപ്പോൾ മൻഹജ് എന്ന് പറഞ്ഞാൽ തരീഖ് എന്ന അർത്ഥത്തിലാണിത്. ഇമാം മുസ്ലിം ഫലായിലു സഹാബ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള, ഫലായിൽ ഇബ്നു സല്ലാം എന്ന ആ ഉപാധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. ഇനി പൂർവ്വകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും മിൻഹാജ് എന്ന പദമാണ് അവർ അധികമായി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ആധുനികരായ എഴുത്തുകാരുടെ, മുഹദ്ദിസീങ്ങളുടെ ഒക്കെ എഴുത്തുകളിൽ മൻഹജ് എന്ന വാക്ക് ധാരാളമായി ഉപയോഗിച്ച് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വാക്ക് ഇതിലുള്ളത് മൻഹജു സലഫ് എന്നാണല്ലോ നമ്മുടെ വാക്ക്. മൻഹജു സലഫ് എന്നും അൽ മൻഹജു സലഫി എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. സലഫ് എന്ന വാക്കിന് എന്താ അർത്ഥം? സലഫ യസ്ലുഫു സലഫൻ വസുലൂഫൻ, അങ്ങനെയാണ് ഡിക്ഷണറിയിൽ കാണുക. സലഫ എന്ന് പറഞ്ഞാൽ തഖദ്ദമ, കഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം. അതിന് യസ്ലുഫു മുളാരി വരും, സലഫ് എന്ന് അതിന്റെ മസ്തറായിട്ട് വരും. അസാലിഫ് എന്ന് പറഞ്ഞാൽ അൽ മുതഖദ്ദിം, കഴിഞ്ഞുപോയവൻ, കടന്നുപോയവൻ എന്നാണ് അർത്ഥം. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയവർ, അൽ ജമാഅത്തുൽ മുതഖദ്ദിമൂൻ, കഴിഞ്ഞുപോയ സംഘം, കഴിഞ്ഞുപോയ വിഭാഗം. ഒരു വ്യക്തിയുടെ സലഫ് എന്ന് പറഞ്ഞാൽ, സലഫുർ റജുൽ എന്ന് പറഞ്ഞാൽ ആബാഉൽ മുതഖദ്ദിമൂന, കഴിഞ്ഞുപോയ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാർ എന്നർത്ഥം. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയവർ, മുൻകടന്നവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉൽപ്പന്നമായി വരുന്ന പല വാക്കുകളും. ഉദാഹരണമായിട്ട് സൂറത്തുൽ ബഖറ 275 ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി ഫന്തഹ ഫലഹു മാ സലഫ്,
പലിശയെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഇത് പറയുന്നത്. ആർക്കെങ്കിലും തന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം വന്നു കിട്ടി, എന്നിട്ട് അയാൾ അത് ഈ പലിശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചു, എന്നാൽ അയാൾക്ക് കഴിഞ്ഞു പോയത് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് തൊബരി കൊടുത്ത അർത്ഥം ഐ മാ അകല വ അഖദ ഫമല്ലാ ഫഖബല മജീഇൽ മൗഇദ വത്തഹരീം മിൻ റബ്ബിഹി ഫീ ദാലിക്. അതായത് മുമ്പ് പലിശ തിന്നിട്ടുണ്ടാവും, പലിശ എടുത്തിട്ടുണ്ടാകും, അതെല്ലാം ഈ ഉപദേശം വരുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. ഹറാമാകണം എന്ന നിയമം വരുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അതിനയാൾക്ക് കുറ്റമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്. നിങ്ങളുടെ പിതാക്കന്മാർ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ബാപ്പ മരിച്ചാല് ബാപ്പാക്ക് കുറെ ഭാര്യമാരുണ്ടെങ്കിൽ സ്വത്ത് കോരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഓരിച്ചെടുക്കും മക്കള്. ആ ഓളെ എനിക്കുണ്ടാ അവളെ എനിക്കുണ്ടാ അങ്ങോട്ട് ഓരിച്ചെടുക്കലാണ്. അത് വളരെ മോശമായ ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്തിറക്കി. സൂറത്ത് നിസായിലെ 22-ാമത്തെ ആയത്ത്. അതിൽ കാണാം ഇല്ലാമാ ഖദ് സലഫ്, മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ. കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതിനെ സംബന്ധിച്ച് അൽവാഹുൽ ബയാനിൽ ലാകിൻ മാ മല്ലാമിൻ ഇർതികാബി ഹാദൽ ഫിഅലി ഖബ്ല തഹരീം ഫഹുവ മഅഫൂൻ അൻഹു. ഈ ഹറാമാണിത് എന്ന നിയമം വരുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് ഇതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇവിടൊക്കെ സലഫ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കഴിഞ്ഞു പോയത് എന്ന അർത്ഥത്തിൽ. അതുപോലെ ഫിർഔന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഫലമ്മാ ആസഫൂനാ ഇന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും അജ്മഈൻ. അവർ നമ്മെ പ്രകോപിപ്പിച്ചപ്പോൾ നാം അവർക്ക് പ്രതികാര നടപടിയെടുത്തു, അവരെ മുഴുവനും നാം മുക്കിക്കൊന്നു. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽആഖിരീൻ. അവരെ നാം ഒരു പൂർവ്വ മാതൃകയാക്കി, അതുപോലെ തന്നെ അവസാന കാലക്കാർക്കൊരു ഉദാഹരണവുമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സലഫ് എന്ന് പറയുന്നത് പൂർവ്വ മാതൃക, കഴിഞ്ഞു പോയ ആളുകളുടെ മാതൃക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞു പോയത്, മുൻകടന്നത്, കാലം കഴിഞ്ഞത് എന്നൊക്കെ അർത്ഥത്തിലാണ് സലഫ് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. 8ഓളം സ്ഥലത്ത് ഖുർആനിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. ഒന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്താം. തന്റെ അന്ത്യസമയം ആസന്നമായി എന്ന് അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ട്, വലാ ഉറാനി ഇല്ലാ ഖദ് ഹളറ അജലി വ ഇന്നകി അവ്വലു അഹ്ലി ലുഹൂഖൻ ബി വ നിഅമസ് സലഫു അന ലകി. ഇമാം മുസ്ലിം ഫളായിലു സഹാബത്തിൽ ഉദ്ധരിച്ച ഒരു റിവായത്താണിത്. ഫാത്തിമ ബീവിയുടെ ശ്രേഷ്ഠത പറയുന്ന ഉപാധ്യായത്ത്. എൻ്റെ അവധി എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഞാനുമായി ഒന്നാമതായി വന്നു ചേരുന്നത് ഫാത്തിമ നീ ആയിരിക്കും. വനിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമകൾ ഫാത്തിമയോട് പറഞ്ഞ വാക്ക്. അവിടെ നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറയണ്ടായി. ഇവിടെ ഈ അർത്ഥത്തിലാണ് ഹദീസിലും പല ഹദീസുകളിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ചില അർത്ഥങ്ങളിലും ഈ പദം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കച്ചവട രംഗത്ത് കടം വാങ്ങുന്നതിനൊക്കെ സലഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അന്തിമമായി ചിന്തിച്ചാൽ ഈ അർത്ഥത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണെന്ന് ഭാഷാപരമായ ചർച്ചകൾ നടത്തിയ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമുള്ള വിഷയവും അല്ലാതെ ഒരു പഠനത്തിന് വേണ്ടിയാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചത്. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയവരെ പറ്റിയൊക്കെ സലഫ് എന്ന് പറയാൻ പറ്റുമോ? സലഫു സാലിഹ് എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ വെറും സലഫ് എന്ന അർത്ഥത്തിലല്ല, സലഫു സാലിഹ് നല്ലവരായ മുൻഗാമികൾ എന്ന അർത്ഥത്തിലാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ചവരും നമുക്ക് സലഫു സാലിയാണോ, അതിന്റെ മുമ്പത്തെ നൂറ്റാണ്ട് ജീവിച്ചവരും സലഫു സാലിയാണോ എന്ന് ചോദ്യം വരാം. വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അർത്ഥത്തിലുള്ള സലഫു സാലിഹ് ആദ്യത്തെ 3 തലമുറയിൽ ജീവിച്ചവർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പിന്നെ അതിനെ തുടർന്ന് താബിഈകൾ, പിന്നെ താബിഈകൾ, ഈ 3 തലമുറയിൽപ്പെട്ടവർക്കാണ് സലഫു സാലിഹ് എന്ന് പറയുന്നത്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് സഹാബത്തിന്റെ തലമുറ, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, അതായത് താബിഈകൾ, പിന്നെ അതിനെ തുടർന്ന് വരുന്നവർ തബഉ താബിഈകൾ. ഈ 3 തലമുറയാണ് മുസ്ലിം സമുദായത്തിൽ സലഫു സാലിഹുകൾ, നല്ലവരായ മുൻഗാമികൾ എന്ന കീർത്തി നാമത്തിന് അർഹരായിട്ടുള്ളത്. ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഇമാം ബുഖാരി ഫളായിലു അസ്ഹാബിൻ നബി എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത് ഓർക്കാൻ എളുപ്പമാണ്. തൗബ
100-ാമത്തെ ആയത്ത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, മുഹാജിറുകളിലും അൻസാറുകളിലും ഈമാൻ കൊണ്ട് മുൻകടന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, മാത്രമല്ല അവർക്ക് വേണ്ടി താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സുമോഹന സ്വർഗങ്ങൾ അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. ഇവിടെ സഹാബത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു സർട്ടിഫിക്കറ്റാണിത്. നമ്മളിപ്പോൾ സഹാബികളെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയും. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോൾ അവർ പേര് പറയുമ്പോൾ അത് അങ്ങനെ പറയാൻ നമ്മൾ, അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കാണ്. സഹാബത്തിന്റെ ഫളായില് മാത്രം പറയുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊന്നും ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയാൻ സഭയിൽ ഇൻഷാ അല്ലാഹ് പിന്നിരിക്കാൻ നമുക്കത് ചർച്ചാ വിഷയമാക്കാം. അപ്പൊ സലഫു സാലിഹുകൾ എന്ന് പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സഹാബത്താണ്. യാതൊരു സംശയമല്ല ആ കാര്യത്തിൽ. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യമാണത്. മാത്രമല്ല സലഫു സാലിഹ് എന്ന് നിരുപാധികം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായും സഹാബത്തിനെ തന്നെയാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് തുടർന്ന് പറഞ്ഞത് കൊണ്ടാണ് താബികളെയും താബികളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇഹ്സാൻ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നവരും. നമ്മൾ പൊതുവെ ഈ ഹദീസിനെ സംബന്ധിച്ച് ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പലരും ഉദ്ധരിക്കാറുണ്ട്. പല പ്രസംഗകരും എഴുത്തുകാരും അറിയാതെ ഉദ്ധരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഖൈറുൽ ഖുറൂനി ഖർനി. വാസ്തവത്തിൽ അങ്ങനെയല്ല, അതിന്റെ റിവായത്തിലുള്ള ലഫ്ള് അങ്ങനെയല്ല. ഖൈറു ഉമ്മത്തി ഖർനി, ഖൈറുൻ നാസി ഖർനി, ഖൈറുക്കും ഖർനി, ഈ 3 ലഫ്ളുകളും വന്നിട്ടുണ്ട്. ഖൈറുൽ ഖുറൂൻ എന്ന അർത്ഥത്തിന് തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ ഹദീസിന്റെ ലഫ്ള് ഇങ്ങനെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെയും ഗ്രന്ഥങ്ങളിൽ അവർ അറിയാതെ തെറ്റായി ഉപയോഗിച്ചു. അത് പിന്നീട് വന്ന സലഫികളായ എഴുത്തുകാർ പലരും അറിഞ്ഞും അറിയാതെയും ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് സൂക്ഷ്മ ദൃക്കുകളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാമിനും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിനൊക്കെ സലഫികൾക്കിടയിലുള്ള സ്ഥാനം എത്രയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് പറ്റിയൊരു അബദ്ധം പോലും വളരെ ഫാഹിഷായി പ്രചരിച്ചു പോയി. അത്രമാത്രം അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്നു സലഫികൾക്കിടയിൽ. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഖൈറുൽ ഖുറൂൻ എന്നല്ല പറയേണ്ടത്, ഖൈറുൻ നാസി ഖർനി എന്നോ ഖൈറുക്കും ഖർനി എന്നോ ഖൈറു ഉമ്മത്തി ഖർനി എന്നോ ആണ് ഹദീസിൽ സഹിഹായി വന്നിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹാബത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല വേദികളിൽ വെച്ചും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം സഹാബത്തിനെ അപമാനിക്കുകയും സഹാബത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കുകയും ചെയ്യുന്നൊരു പ്രവണത അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. ഈ ചേകനൂരിസവുമായി ബന്ധപ്പെട്ട, അതായത് ഖുർആൻ ആളുകളാണ് ഞങ്ങൾ ഹദീസ് വേണ്ട എന്ന് പറയും, അതേസമയം അവർക്ക് തോന്നിയ ഹദീസൊക്കെ എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ചില മോഡേണിസ്റ്റ് പ്രവണതകൾ, ആ പ്രവണതന്റെ ആളുകൾ പലപ്പോഴും സഹാബത്തിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താനും, അവർ മനുഷ്യന്മാര് നമ്മളും മനുഷ്യന്മാര്, അവർക്കും തെറ്റുപറ്റാം നമ്മൾക്കും തെറ്റുപറ്റാം, ഹും റിജാൽ നഹ്നു റിജാൽ എന്ന് പറയുന്ന രൂപത്തിൽ സഹാബത്തിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണിത്, ഒരു വാചകം. മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുകയാണെങ്കിൽ മരിച്ചവരുടെ ചര്യ സ്വീകരിക്കട്ടെ. ഫൈനൽ ഹയ്യ ലാ തുഅ്മിനു അലൈഹിൽ ഫിത്ന. കാരണം ജീവിച്ചിരിക്കുന്ന ആൾ അയാൾ കുഴപ്പത്തിലകപ്പെടുമെന്നതിനെ സംബന്ധിച്ച് നിർഭയത്വമില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. എന്നാൽ ഇങ്ങനെ മരിച്ചവരും നിങ്ങൾക്ക് ഫിത്ന ഭയപ്പെടാത്തവരായി നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റിയവരുമാരാണ് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ് അവർ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു. വഅബറുഹാ ഖുലൂബൻ, നല്ല മനസ്സുള്ളവരായിരുന്നു അവർ. വഅമഖുഹാ ഇൽമൻ, ആഴത്തിലുള്ള വിജ്ഞാനമുള്ളവരായിരുന്നു. വഅഖല്ലുഹാ തകല്ലുഫൻ, വളരെ കൃത്രിമത്വം കുറഞ്ഞവരായിരുന്നു. ഖൗമുൻ ഇഖ്താറഹുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി, തന്റെ നബിയുടെ സഹവാസത്തിനും തന്റെ ദീനിനെ നിലനിർത്തുവാനും അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാകുന്നു റസൂലുള്ളാഹിന്റെ സഹാബത്ത്. ഫഅരിഫൂ ലഹും ഫളലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഉഹും ഫി ആഥാരിഹിം, അവരുടെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ സ്വഭാവത്തിൽ നിന്നും അവരുടെ മതബോധത്തിൽ നിന്നും നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അലൽ ഹദീൽ മുസ്തഖീം എന്നും പറയാം. അവർ ഏറ്റവും ചൊവ്വായ ചര്യയിലായിരുന്നു അവർ. ഇത് ജാമിഉ ബയാനിൽ ഇൽമി വഫദ്ലുഹു
എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ ബറും ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ അബൂ നുഐമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണിത്. അപ്പോൾ സഹാബി പറഞ്ഞതാണ് സഹാബത്തിന്റെ സമൂഹത്തെ കുറിച്ചിത്. അതുകൊണ്ട് സഹാബത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി, സഹാബികൾ എങ്ങനെ ദീന് മനസ്സിലാക്കിയോ ആ നിലക്ക് ദീനിനെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം അത് തന്നെയാണ്. വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആരെങ്കിലും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചു, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം എന്നിട്ട് മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ, അവിടെ മുഅ്മിനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാലത്ത് ആയത്തിറങ്ങുന്ന സമയത്തുള്ള മുഅ്മിനുകൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്താണ്. അവരെ പറ്റിയാ പറഞ്ഞത്. അവരുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. വസാഅത്ത് മസീറ, അതെത്ര മോശമായ പതനസ്ഥാനം, മടക്കസ്ഥാനം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൽ 115 ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് തെളിഞ്ഞ സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായിട്ടും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിക്കുക, സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിക്കുക, ഇതാണ് നരകത്തിൽ പോകാനുള്ളൊരു കാരണമായിട്ട് ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? എന്താണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്നത്? അസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. സുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ചര്യയാക്കിയതാണ്. വൽ ജമാഅത്തു, ജമാഅത്ത് എന്ന് പറഞ്ഞാലോ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് ഫീ ഖിലാഫത്തിൽ അഇമ്മത്തിൽ അർബഅ. 4 ഖലീഫമാരുടെ കാലത്ത് സ്വഹാബികൾ ഏകോപിച്ചെടുത്തിട്ടുള്ള തീരുമാനം, അതാണ് അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, 73 വിഭാഗമായി എന്റെ സമുദായം വേർപിരിഞ്ഞു പോകും, 72 നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു സ്വർഗത്തിൽ പോകുന്ന ആ വിഭാഗം ഏതാണെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് എന്ത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അപ്പൊ അതന്നെയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതും. അവർ തന്നെയാണ് സലഫി മനഹജ് സ്വീകരിച്ചവർ. അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നതും അഹ്ലുൽ അസർ എന്ന് പറയുന്നവരും ഒക്കെ ഈ ആശയക്കാർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകളൊക്കെ പറയും ഖുർആനിൽ നമ്മളെ പറ്റി മുഅ്മിനീൻ, മുസ്ലിമീൻ, മുത്തഖീൻ, മുഹ്സിനീൻ എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ വാക്കുകൾ തന്നെ പോരെ നമുക്ക് എന്തിനാണ് ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അല്ലെങ്കിൽ സലഫികൾ, ഇസ്ലാഹികൾ, മുജാഹിദുകൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ചില ആളുകൾ ചോദിക്കും. മാത്രമല്ല സുന്നികൾ, ഖുറാഫികൾ പറയും എന്ത്, ഇവർക്ക് പല പേരാ, പെണ്ണുകെട്ട് വീരന്മാരെ മാതിരിയാണ്, ഇവിടെ ഒരു പേര് അപ്പുറത്ത് വേറൊരു പേര് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിന് എത്രയോ പേരുകൾ ഖുർആനിൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. മുഅ്മിനീൻ, മുസ്ലിമീൻ, മുത്തഖീൻ, മുഹ്സിനീൻ, മുഖ്ബിതീൻ, ഹിസ്ബുല്ലാഹ്, ഔലിയാഉല്ലാഹ്, അല്ലേ? അപ്പോൾ അത് ഓരോ പേരുകളും ഈ സമുദായത്തിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങളെയും സ്വഭാവങ്ങളെയും സൂചിപ്പിക്കുന്ന കീർത്തിനാമങ്ങളാണ്. മാത്രമല്ല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന പേര് സ്വീകരിക്കാനിടയായ സാഹചര്യം പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. സ്വഹാബത്തിന്റെ അവസാന കാലത്ത് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ പല പാർട്ടികളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഷിയാക്കളുണ്ടായി, ഖവാരിജുകളുണ്ടായി, പിന്നീട് മുഅ്തസിലിയാക്കളുണ്ടായി, മുർജിയാക്കളുണ്ടായി, ജഹ്മിയാക്കളുണ്ടായി, ഖദരിയാക്കളുണ്ടായി. ഇങ്ങനെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ തന്നെ പുതിയ പുതിയ കക്ഷികൾ രൂപമെടുത്തു. ആദ്യമൊക്കെ തുടങ്ങിയത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും പിന്നീട് അതൊക്കെ വിശ്വാസപരമായും കർമ്മപരമായുമുള്ള ശരീഅത്ത് സംബന്ധമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നീങ്ങി അതൊക്കെ ചില പ്രത്യേക മതകക്ഷികളായി രൂപപ്പെട്ടു. അവരെല്ലാവരും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണെന്ന് പറയാണ്. സ്വാഭാവികമായും യഥാർത്ഥ മുസ്ലിമീങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു നാമം സ്വീകരിക്കേണ്ട നിർബന്ധിതാവസ്ഥ നമ്മുടെ മുൻഗാമികൾക്കുണ്ടായി. അങ്ങനെയാണ് ഈ നാമം അവർ സ്വീകരിച്ചത്. അതിനവർ നേരത്തെ പറഞ്ഞ 73 കക്ഷിയായി എന്റെ സമുദായം പിന്നീട് വിഭജിച്ചു പോകുമെന്നും ഒന്നു മാത്രം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഹദീസിനെ അവർ അവലംബിച്ചു. അങ്ങനെയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഏറ്റവും വലിയ ഖുബൂരിയും പറഞ്ഞെന്താ, ഞങ്ങൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ്, എല്ലാവരും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തായി. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇന്ന് വേർതിരിക്കേണ്ടി വന്നു. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഒന്നുകൂടി വേർതിരിക്കാൻ ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ അഹ്ലുൽ ഹദീസാണ്. അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഞങ്ങൾ മദ്ഹബിന്റെ ആളുകളല്ല. ഏത് വിഷയം വന്നാലും മദ്ഹബിന്റെ കിതാബിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇമാം എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇമാമിന്റെ പിൻപറ്റിയ ഹോജാക്കന്മാരെന്താ പറഞ്ഞിട്ടുള്ളത്, അത് നോക്കുക എന്നുള്ളതാണ് മദ്ഹബിന്റെ ആളുകളുടെ സ്വഭാവം. ഞങ്ങൾ അതിന്റെ ആളുകളല്ല, ഞങ്ങൾ ഹദീസിലേക്ക് മടങ്ങുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് അഹ്ലുൽ മദ്ഹബ് അല്ല, അഹ്ലുൽ ഹദീസാണ് എന്ന് പറയുന്നത്. അഹ്ലുൽ ഹദീസ് എന്നതിന് മറ്റൊരു വാക്കാണ് അഹ്ലുൽ അസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സലഫിയൂൻ എന്നത്. സലഫിനെ പിൻപറ്റുന്നവർ,
സലഫ് എന്ന് പറഞ്ഞാൽ നല്ലവരായ മുൻഗാമികൾ, അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണ് എല്ലാവരും എങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന പലർക്കും യഥാർത്ഥത്തിൽ അസുന്നത്തുമായോ അൽ ജമാഅത്തുമായോ ബന്ധമില്ലാത്തവരാണ് എന്ന് നമ്മൾ നാടായ നാടൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നുകൂടി വേർതിരിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ സലഫികളാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസരികളാണ് എന്ന് പറയുന്നു. അസരി എന്ന് പറഞ്ഞാൽ അസറിനെ പിൻപറ്റുന്നവർ. ഹദീസിനുള്ളതിന് വേറൊരു വാക്കാണ് അസർ എന്നത്. അഹ്ലുൽ ഹദീസ് എന്നതിന്റെ മറ്റൊരു പ്രയോഗമാണ് അഹ്ലുൽ അസർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നാം ഈ പേര് സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, സലഫി എന്ന വാക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട്. സലഫി കോംപ്ലക്സ്, സലഫി മദ്രസ, സലഫി പള്ളി, അല്ലേ? അത് നമ്മൾ മുമ്പ് മുതൽക്കേ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ്, അത് ആ പേര് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ താല്പര്യം? മുജാഹിദ് പ്രസ്ഥാനത്തിൽ KNM-ലോ ISM-ലോ MSM-ലോ മെമ്പർഷിപ്പ് എടുത്തോണ്ട് മാത്രം സലഫി ആവുമോ? ആവൂല. ഇവിടെ എല്ലാരും മുജാഹിദ്, എന്നാ എനിക്കും തന്നാളൊരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താ മുജാഹിദായി, ഞങ്ങൾ അടുത്ത പള്ളി മുജാഹിദിന്റെ പള്ളി, മദ്രസും ഒക്കെ മുജാഹിദിന്റെ മദ്രസ, അപ്പൊ അവിടെ ഒരു മെമ്പർഷിപ്പ് അങ്ങ് എടുത്ത്, അങ്ങനത്തെ കുറെ മെമ്പർഷിപ്പുകാരുണ്ടാവും. ഓലൊന്നും സലഫി ആവില്ല. സലഫി ആകണമെങ്കിൽ എന്ത് വേണം? സലഫിന്റെ മാർഗം സ്വീകരിക്കണം. സഹാബികൾ, താബികൾ ഈ ദീനിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും എല്ലാവിധ നടപ്പ് ഇരിപ്പുകളിലും നാം ഈ സലഫ് സാലിഹുകൾ അവലംബിക്കണം, അവരെ മാതൃകയാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സലഫി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോഴേ സലഫി സെന്റർ, സലഫി കോംപ്ലക്സ്, സലഫി നഗർ എന്നൊക്കെ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ സുന്നികൾ അതിൽ സുന്നത്തുൽ ജമാഅത്ത് പറയുന്ന മാതിരി തന്നെ കേരളത്തിലെ അവർക്ക് സുന്നത്തിട്ട് വല്ല ബന്ധമുണ്ടോ? എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ബിദ്അത്താ. പേരെന്താ? സുന്നി, സുന്നത്തിനെ പറ്റുന്ന ആള്. പച്ച ബിദഅയാണ്, പേര് സുന്നി. എന്നതുപോലെ നമ്മളെ ആളുകളെ സലഫിന്റെ മാതൃകകളൊന്നും സ്വീകരിക്കാതെ ഞാനും സലഫി, നീയും സലഫി, മറ്റോനും സലഫി, അവനും സലഫി, ഇവനും സലഫി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിലെ ഒന്നാമത്തെ തീരുമാനം തന്നെ എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിലും അതുപോലെ തന്നെ വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം, സച്ചരിത സാലിഹ് എന്നുള്ളതിന്റെ മലയാള സലഫു സാലിഹ്, സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാതൃക അവിടെ നമ്മൾ എടുക്കുക, ബാക്കി പിന്നെ എടുക്കുക. വിശ്വാസാചാരങ്ങളുടെ പിന്നെ വരാം. ഹദീസും ഖുർആനും ഹദീസും മനസ്സിലാക്കുക. വാസ്തവത്തിൽ പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനം, സലഫികളുടെ സമീപനം എന്താ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംവാദത്തിലൊക്കെ എഴുതി കൊടുക്കുന്ന പ്രമാണങ്ങൾ 4 മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത പ്രമാണങ്ങൾ 4 ഏതൊക്കെ? ഖുർആന്, സ്വഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഈ 4 തർക്കത്തിലില്ലാത്ത മുസ്ലിമീങ്ങളുടെ പ്രമാണങ്ങൾ. പിന്നെ വേറെ ചിലരൊക്കെ തർക്കമുള്ളതാണ്. മസാലിഹിൽ മുർസല, ഇസ്തിസ്ഹാബ് എന്നൊക്കെ പറഞ്ഞിട്ട് പല മദ്ഹബ്, ഓരോ മദ്ഹബിലും ഓരോ രീതിയിലുണ്ട്. അത് വിശദമായ ഉസൂലി ചർച്ചകളിലേക്ക് ഞാൻ കടക്കല്ല. ഈ 4 പ്രമാണങ്ങളാണ് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നത്. എണ്ണി പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കും. ഇതിലിപ്പോ 2 യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രമാണങ്ങളുള്ളൂ: പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും. ഇജ്മാഉം ഖിയാസും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, എന്നാൽ വേറിട്ട പ്രമാണങ്ങളല്ല. ഇജ്മാ 1-ാം പള്ളിയും എടുത്തോ, ഇജ്മാ 5-ാം പള്ളിയും എടുത്തോ എന്നറിയാൻ അങ്ങനത്തെ ഒരു കിതാബൊന്നുമില്ല. പിന്നെയോ ഖിയാസും അങ്ങനെ തന്നെയാണ്. ഖിയാസ് 3-ാം പള്ളിയും ഖിയാസ് 4-ാം പള്ളിയും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള ഏകോപിച്ച നിലപാട്, അതിനാണ് ഇജ്മാ എന്ന് പറയാം. ഒരു ഇസ്ലാമിക വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ നാടന്മാരെല്ലാരും കൂടി ഇജ്മാ ആവില്ല. ഈ ഖുറാഫികൾ ഇജ്മാഇന് പറ്റില്ല. കാരണം ഒരു ആലിമയല്ല, മുഖല്ലിദീങ്ങളാ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരായിരിക്കണം. ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ. ഇപ്പൊ നമ്മളെ ഇവിടെയൊക്കെ ഇജ്തിഹാദിന് കഴിവുള്ള എത്ര ആളുണ്ടാവും? വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇജ്തിഹാദിന് കഴിവുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വിഷയം അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാനും ഇസ്തിംബാത്ത് ചെയ്യാനും ആവിഷ്കരിക്കാനും കഴിവുള്ള പണ്ഡിതന്മാർ, അത്തരം പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂടി ഐക്യകണ്ഠേനെടുക്കുന്ന തീരുമാനം എന്നാൽ വളരെ അപൂർവമായി അങ്ങനെ ഒന്നും ഉണ്ടാവുകയെന്നുള്ളൂ. മനസ്സിലായില്ലേ?
കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പൊ എങ്ങനെയാ എല്ലാ പണ്ഡിതന്മാരും ഇതിൽ യോജിച്ചണോ ഇല്ലെന്ന് എങ്ങനെയാ അറിയാം? വളരെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ മുവാസല ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഏറ്റവും അധികമുള്ള കാലമാണ്. എന്നാൽ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പല ആളുകളും അജ്മാഉൽ ഉമ്മത്ത് ഇജ്മാ ആയിരിക്കുന്നു, അജ്മാഉൽ ഉലമാക്കൾ ഇജ്മാ ആയിരിക്കുന്നു ഒക്കെ ഓരോരുത്തർ കിതാബിൽ എഴുതി വെക്കും. പക്ഷേ ഓന്റെ വീട്ടിൽ നിന്ന് എഴുതല്ലാതെ മറ്റേ ഉലമാക്കളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എഴുതണേ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ മനിദ്ദഅൽ ഇജ്മാ ഫഹുവ കാദിബുൻ. ചില ആളുകൾ ഇജ്മാ വാദിക്കുന്നുണ്ട്, അത് അവൻ കള്ളനാണ്. അപ്പൊ ആ രൂപത്തിലെ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരല്ലേ ഏകോപിച്ചെടുത്ത തീരുമാനം. ഖിയാസ് എന്ന് പറഞ്ഞാലോ, ഖിയാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത ഒരു പുതിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ അന്നത്തില്ലാത്തൊരു പുതിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തുള്ള പ്രശ്നങ്ങളുമായി തട്ടിച്ചു നോക്കിയിട്ട് അതിന് വിധി കണ്ടെത്തുക. ഇന്ന് ഉണ്ടായൊരു പുതിയ പ്രശ്നം, അതിന് സമാനമായ വല്ലതും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെയും കാലത്തുണ്ടോ നോക്കുക. എന്നിട്ട് അതിന് അവർ എന്ത് വിധിയാണ് നൽകിയത് എന്ന് നോക്കുക. ആ വിധി ഇന്നത്തെ ഈ പ്രശ്നത്തിന് ബാധകമാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുക. ഇജ്തിഹാദ് എന്ന് പറയുന്ന അതിനാണ് ഖിയാസ് എന്ന് പറയുന്നതും. ഇതാണ് 4 പ്രമാണങ്ങളായി പൊതുവെ എണ്ണിപ്പഠിപ്പിക്കാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സലഫികളാണ് കേരളത്തിൽ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ബോധം ജനങ്ങൾക്കുണ്ടാക്കിയത്. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്ന കാലത്ത് എന്താ പ്രമാണം? ഖുർആനും ഹദീസും പ്രമാണമാണെന്ന് ഖൗമിന് അറിയില്ലായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും യാമോത്തിനും കുടിയോത്തിനും കബറും പുറത്തോതാനും മരിച്ചവന്റെ തലക്കും പുറത്തോതാനും അങ്ങനെയായിരുന്നു ഖുർആന്റെ സ്ഥിതി. ഹദീസ് അറിഞ്ഞാൽ ബർക്കത്തിന് വേണ്ടി മാത്രം, ഏതെങ്കിലും കാല റസൂലുള്ളാഹി 1-2 ഹദീസ് ദർസിൽ പഠിക്കും, ബർക്കത്തിന് വേണ്ടി മാത്രം. ഇതൊരു പ്രമാണമാണ് എന്ന കാര്യം ജനങ്ങളെ പഠിപ്പിച്ച നമ്മളാണ്. തറക്തു ഫീക്കും ശൈഅൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്ന 2 മുറുകെ പിടിക്കുന്ന പക്ഷെ നിങ്ങൾ പഴക്കുന്ന പ്രശ്നമില്ല. കിതാബ് അല്ലാഹി വ സുന്നത്തി, അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണത്. എന്തഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അതിനെ മടക്കണം, റസൂലിലേക്ക് മടക്കണം. അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനവും എന്നാണ് ആയത്തിൽ പറയുന്നത്. ഈ കാര്യം കേരള മുസ്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സലഫികളുടെ, ഏത് നാട്ടിലാകട്ടെ, സലഫികളുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ പ്രമാണങ്ങളോട് ഒട്ടി നിൽക്കുന്നവരായിരിക്കും, പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത വെച്ചു പുലർത്തുന്നവരായിരിക്കും. അത് നമ്മുടെ ഒരു സവിശേഷതയാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭിപ്രായങ്ങൾക്ക് ദീനിൽ സ്ഥാനമില്ല. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് എന്തോ അതാണ് നമ്മുടെ ആദർശം. ഇപ്പോ ഇവിടെ മറ്റു പല പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ സ്ഥിതി എന്താ? ഏതെങ്കിലും വ്യക്തികളുടെ ചിന്തയിൽ ഉടലെടുത്ത ആശയങ്ങളാണ് പിൽക്കാലത്ത് ഒരു പ്രസ്ഥാനമായി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി അബുൽ ആല മൗദൂദിയുടെ ചിന്തയിൽ രൂപം പൂണ്ട ചില ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമായി രംഗത്ത് വന്നത്. മുഹമ്മദ് ഇല്യാസിന്റെ ചിന്തയിൽ രൂപം പൂണ്ട ചില ആശയങ്ങളാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമായി പിൽക്കാലത്ത് വന്നത്. ദയ്യൂബന്ദികൾ അതിനെ പോഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല ആളുകളും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രമാണങ്ങൾക്കല്ല അവരുടെ സ്ഥാനം. ഇഖ്വാനുൽ മുസ്ലിമീൻ ഉണ്ടായത് ഹസനുൽ ബന്നയുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ നേതാക്കളോടുള്ള വ്യക്തി പൂജ നമുക്ക് കാണാൻ സാധിക്കും. നേതാവിന് തെറ്റുപറ്റിയെന്ന് പറയാൻ അവർക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കിങ്ങള് അബുൽ ആല മൗദൂദി വളർത്തിക്കൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ എവിടെ എത്തി? പക്ഷേ മൗദൂദിക്ക് തെറ്റുപറ്റിയെന്ന് ഇത്രയും വരെ കാലം അവർ പറഞ്ഞിട്ടില്ല. മൗദൂദി കൊണ്ടുവന്ന ഇസ്ലാമും ഇവരിപ്പോൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാമും തമ്മിൽ എത്രയോ അജഗജാന്തരമുണ്ട്. ആടും ആനയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിട്ടും അവർ മൗദൂദിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ മുൻഗാമികളായ ഏതെങ്കിലും നേതാക്കന്മാർക്ക് എന്തെങ്കിലും വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഖുറാഫികൾ പല റബീഉൽ അവ്വൽ വരാൻ പോവുക, അൽ മുർഷിദൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോ പഴയ അൽ മുർഷിദ് എടുത്ത് വായിക്കാൻ കെ എം മൗലവി അതാ നബിദിനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു, അൽ ഇർഷാദിൽ അതാ ഇ കെ മൗലവി പറഞ്ഞിരിക്കുന്നു. അവര് പറഞ്ഞത് എന്താണെന്ന് വേണ്ടി വായിച്ചു നോക്കൂല, അങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കും. ശരി, നമുക്കതിന് 1/4 മണിക്കൂർ പ്രസംഗിച്ചാൽ നമുക്കതിന് 2 മിനിറ്റാ മറുപടി. എന്താ മറുപടി? നിങ്ങൾ ആ പറഞ്ഞതൊക്കെ അൽ മുർഷിദിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാൽ കെ എം മൗലിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ പഴയ സുന്നി മുസ്ലിയാക്കന്മാരായിരുന്നു. അതിൽ നിന്നിങ്ങോട്ട് വന്നപ്പോൾ തൗഹീദ് മനസ്സിലാക്കി പോന്നപ്പോൾ ഇടക്കാലത്ത് കുറച്ചു കാലൊക്കെ ഈ റബീഉൽ അവ്വൽ മാസത്തെയൊക്കെ പ്രശംസിച്ച് ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് തെറ്റുപറ്റിയ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, കഴിഞ്ഞു മറുപടി. അതോടെ അവർ കൊണ്ടുവന്ന ആയുധത്തിന്റെ മൊനന്നെ ഒടിഞ്ഞുപോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും മറുപടിയുള്ളൂ. പക്ഷേ അബുൽ ആല മൗദൂദി പറഞ്ഞ ഇസ്ലാം നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഇസ്ലാം വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അബുൽ ആല മൗദൂദിക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ ശൂറ കൂടിയത് തിരുത്തിയതാണെന്നാണ് വിഷയം കഴിഞ്ഞു. പക്ഷെ അത് പറയില്ല.
ഇന്ത്യ വിഭജനത്തിന് ശേഷം അബുല്ലാല മൗദൂദി പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി. അവിടെയുള്ള ജമാഅത്ത് പ്രവർത്തകർ ഒരുമിച്ചുകൂട്ടി അവിടെ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കി. എവിടെ വിശേഷിച്ച ഇന്ത്യയിൽ ഉണ്ടായ ജമാഅത്ത് പ്രവർത്തകരെല്ലാം ഒരുമിച്ചുകൂടി ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചു. അതിനുശേഷം ഇന്ത്യൻ ജമാഅത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും ചിലപ്പോഴൊക്കെ മൗദൂദിയുടെ പഴയ തീരുമാനങ്ങളോട് എതിരായി വന്നേക്കാം. എന്നല്ലാതെ മൗദൂദിയോട് എന്തെങ്കിലും ഒരു പ്രത്യേക ബന്ധമോ മൗദൂദി ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞെന്നും ആളുകൾക്ക് തിരിയില്ല. മൗദൂദി പറഞ്ഞ് ഞങ്ങൾ തിരുത്തിയതാണ്, അയാൾക്ക് തെറ്റുപറ്റിയാണ്, വിഷയം കഴിഞ്ഞില്ലേ. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ഒരു ഉരുണ്ടുകളിയില്ല. അതാണ് കാരണം. എന്താ? മാമിൻ അഹദിന്നില്ലാ വഹുവ മഖൂദും മിൻ കലാമിഹി മർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ചൂണ്ടിക്കൊണ്ട് ഇമാം മാലിക് എന്നവർ പറഞ്ഞ വാക്കാണത്. ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിലൊഴികെ. അതങ്ങട്ട് കല്ലിൽ കൊത്തിവെച്ച പോലെ പഠിച്ചു വെച്ചവരാ മുജാഹിദുകൾ. യാതൊരു പ്രശ്നവും അതിനെ സംബന്ധിച്ചില്ല. ആളെ നോക്കണ്ട, തെളിവ് നോക്കുക. ഉമർ മൗലവി സൽസബീറിന്റെ പുറത്ത് എഴുതാറുണ്ടായിരുന്നു. ആളെ തീരെ നോക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ രാമൻ പറഞ്ഞതും അബൂബക്കർ പറഞ്ഞു ഒരുപോലെയാണെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ആളെ അല്ല നോക്കേണ്ടത്, തെളിവിനെയാണ് നോക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ യുഅറഫുർ റിജാലു ബിൽ ഹഖ് വലാ യുഅറഫുൽ ഹഖ് ബിർ റിജാൽ എന്ന് അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞു. അതിന്റെ മലയാളമാണ്. സത്യത്തെ യുഅറഫുർ റിജാലു ബിൽ ഹഖ്, വ്യക്തികളെ മനസ്സിലാക്കപ്പെടേണ്ടത് അവർ പറയുന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യം മനസ്സിലാക്കേണ്ടത് വ്യക്തികളുടെ അടിസ്ഥാനത്തിലല്ല. പറഞ്ഞത് മൂപ്പരല്ലേ, അതുകൊണ്ട് ശരിയായിരിക്കും എന്നാൽക്കല്ല. ആ പറഞ്ഞ കാര്യം എന്താണ് അതാണ് നോക്കേണ്ടത്. ഇത് വ്യക്തികളുടെ വാക്കുകൾക്ക് ഒരു അപ്രമാദിത്വം കൽപ്പിക്കുന്ന രീതി. എന്താ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും സാധാരണ ഉപയോഗിക്കുന്നത് തെറ്റ് പറ്റാത്ത അവസ്ഥ, പ്രമാദങ്ങളില്ലാത്ത അവസ്ഥ. ആ ഒരു രീതി ഇസ്ലാഹി പ്രസ്ഥാനത്തിലില്ല. അള്ളാഹുവിന്റെ വാക്കുകൾക്കും റസൂലിന്റെ വാക്കുകൾക്കും മാത്രമേ അപ്രമാദിത്വമുള്ളൂ. അതിനുശേഷമുള്ള ആരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും കൊള്ളേണ്ടതുമുണ്ടാകും എന്ന തത്വം നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. അതാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലിക്കൻ വലൽ ഔസാഇയ വലൻ നഖഇയ. ഇമാം മാലിക്കിനെയോ ഇമാം ഔസാഇയെയോ ഇമാം ഇബ്രാഹിം നഖഇയെയോ മറ്റാരെയും നീ അന്ധമായി അനുകരിക്കാൻ പാടില്ല. വഖുദിൽ അഹ്കാമ മിൻ ഹൈസു അഖദൂ മിനൽ കിതാബി വസ്സുന്ന. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ആണ് അവർക്ക് ദീനിന്റെ വിധികൾ മനസ്സിലാക്കി, അവിടുന്ന് നീയും മനസ്സിലാക്കിക്കോ എന്ന ആ ഒരു തത്വം ജനങ്ങളെ പഠിപ്പിച്ചത് നമ്മളാണ്. അപ്പം അതുകൊണ്ട് സലഫുകളുടെ ഒന്നാമത്തെ നിലപാട് പ്രമാണങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട സവിശേഷതയായി മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും. മാത്രമല്ല, നമ്മൾക്ക് ജനങ്ങൾ തെറ്റുപറ്റിയാൽ അത് തിരുത്തുക എന്നത് പഴയ കാലം മുതൽക്കേ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ട് കൗലുണ്ട്. ഒന്ന് ഖദീമായ കൗല്, മറ്റൊന്ന് ജദീദായ കൗല്. ഖദീം എന്ന് പറഞ്ഞാൽ പഴയ കൗല്, പഴയ അഭിപ്രായം, പിന്നൊന്ന് പുതിയ അഭിപ്രായം. എങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ടായത്? അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നീട് കൂടുതൽ പഠിച്ചപ്പോൾ പഴയ പല അഭിപ്രായങ്ങളും തെറ്റാണെന്ന് മനസ്സിലായി. അദ്ദേഹം അത് തിരുത്തി. യാതൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ കെ എം മോളി, ഇ കെ മോളിയൊക്കെ ഒരുപാട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബീഉൽ അവ്വൽ മാസത്തെ പ്രശംസിച്ചൊക്കെ എഴുതിയിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലാക്കി തെറ്റാണെന്ന് അവരത് ഒഴിവാക്കി. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് പല കാര്യങ്ങളും. ഇപ്പോൾ പുസ്തകം പഴയ കാലത്ത് നമ്മൾ അമലിയാത്ത്, വഹാബിസം ഒരു പഠനം തന്നെ ഖുറാഫി ഒരു ബുക്ക് എഴുതിയിരുന്നു. അതിലെന്താണുള്ളത്? അമലിയാത്ത്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പണ്ഡിതന്മാർ എഴുതിയ ഫിഖ് എടുത്തിട്ട് അന്ന് പെണ്ണുങ്ങളെ തൊട്ടാ ഒതുമുറിന്ന് എഴുതിയെന്ന്, ഇന്ന് മുറിയില്ല എന്നാ പറയണത്. അന്ന് തറാവി 20 ഇന്നിപ്പോ 11, 8 3 11 പറയുന്നത്. അന്ന് സുബഹിന്റെ ഖുനൂത്ത് ഉണ്ടായിരുന്നു, ഇന്ന് സുബഹിന്റെ ഖുനൂത്ത് കാണുന്നില്ല. ഇങ്ങനെ കണ്ട് ഇന്നലത്തെ വഹാബിസം ഒന്ന്, ഇന്ന് വേറൊന്ന്, ഇനി നാളെ എന്താവും എന്നാണ്. നമുക്കതിന് മറുപടി പറയാൻ ഒരു പ്രയാസമല്ല. ആദ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഫിഖഹിന്റെ കിതാബ് ഷാഫി മദ്ഹബിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് ദർസുകളിൽ പഠിച്ചവരാണ് പിൽക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിലെ പല മസ്അലകളും തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുത്താൻ നമ്മൾ മടിച്ചു നിന്നിട്ടില്ല. അത് ഒഴിവാക്കി വേറെ പുസ്തകം ഇറക്കി. ഞങ്ങൾ ആ പുസ്തകം പഠിപ്പിക്കണില്ല, പണ്ട് പഠിപ്പിച്ചത് തെറ്റായിരുന്നു, അന്ന് മദ്ഹബ് അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ടാണത് മദ്ഹബിനോടുള്ള ആദ്യം ഷാഫി മദ്ഹബിലുള്ള കാര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കാൻ അവർ നോക്കിയത്. മയ്യത്തുണ്ടോ മദിക്കൽ ഷാഫി മദ്ഹബിൽ പാടില്ലാത്തതാ, മരിച്ചോർത്ത് ഖുർആൻ ഓതൽ തെളിവില്ലാത്തതാ, ഖബർ കെട്ടിപ്പകൽ തെളിവില്ലാത്തതാ, മരണച്ചോറ് തെളിവില്ലാത്തതാ. അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കാൻ നോക്കി. പിന്നെയാണ് ഷാഫി മദ്ഹബിലുള്ള ചില മസല ഹദീസിനെതിരാണെന്ന് മനസ്സിലായത്. അപ്പൊ തിരുത്താൻ മടിച്ചു നിന്നിട്ടില്ല.
ഈ ഒരു നിലപാട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ആളുകളെ പേടിച്ചിട്ടില്ല. നമ്മൾ ഇനിയിപ്പോൾ അതെങ്ങനെ മാറ്റുക, ആ ബുക്ക് ഇപ്പം അങ്ങനെ തന്നെ നിന്നോട്ടെ ഇനിയിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. ലാ യംനഅന്ന അഹദുക്കും മഖാഫത്തുന്നാസ് അൻ യഖൂല ബിൽ ഹഖ് ഇദാ അലിമഹു വറആഹു. നിങ്ങളിൽ ഒരാളെയും ജനങ്ങളെക്കുറിച്ചുള്ള പേടി തടയാതിരിക്കട്ടെ സത്യം തുറന്നു പറയുന്നതിന്. ഇദാ അലിമഹു വറആഹു, അവനത് മനസ്സിലാക്കിയാൽ, അവനത് കണ്ടാൽ. അറിഞ്ഞ സത്യം പറയുന്നതിന് ജനങ്ങൾ എന്താ വിചാരിക്കുക എന്ന പേടി നിങ്ങൾക്ക് ഉണ്ടാകരുത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവനെ ഭയപ്പെടുന്നവർ, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം വാസ്തവത്തിൽ നമ്മുടെ നിലപാടുകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ ഈ ജിന്ന് ശൈത്താൻ സിഹിർ ചർച്ച വന്നപ്പോ മടവൂരികൾ നമ്മളെ കുറിച്ച് എന്തെല്ലാം പരിഹസിച്ചു അല്ലേ? അവരിപ്പോഴും ക്ലിപ്പിട്ടുകൊണ്ട് നടക്കാണ്. പണ്ട് നമ്മൾ ആളുകൾക്ക് സംഭവിച്ച ചില അബദ്ധങ്ങൾ ഇപ്പൊ എന്റെ ക്ലിപ്പിട്ടിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പാറാൽ കോളേജിൽ വെച്ച് പ്രസംഗിച്ചു എന്നാ, എന്ത് സിഹിർ ഫലിക്കുകയില്ല, അങ്ങനെയാണ് എന്നെ സിഹിർ ചെയ്യ് എന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് പ്രസംഗിക്കാം. ഇപ്പോൾ ഞാൻ അതിനെ എതിർത്ത് പ്രസംഗിച്ചുവിടെ. കണ്ടോ എന്താ സന്തോഷം എന്നല്ലാതെ ഞാനത് തിരുത്തിയിലായി തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തിരക്കടില്ലല്ലോ. ആ തെറ്റ് കേരളം മുഴുവൻ അവർ പ്രചരിപ്പിച്ചോട്ടെ, സന്തോഷമുള്ളൂ. അപ്പൊ അതിൽ കണ്ടോ ആളുകൾ എന്താ പറയാ, എന്നാ ഇയാൾക്ക് ഇതൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞാൽ പോരെ, പഠിക്കണ പറയാൻ പോണോ എന്നൊക്കെയാണ് ആളുകളുടെ പ്രതികരണം. എങ്ങനെ ഉണ്ടാകുക? ഇന്നലെ അഭിപ്രായം ഇത് എപ്പോഴാ അത് തീയ? അതൊക്കെ ജനങ്ങൾ പറയൂലെന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞ സത്യം മൂടി വെക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അറിഞ്ഞ സത്യം ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം. നമ്മൾ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് ഭയങ്കര പ്രചാരണം നടത്തിയത്. നമ്മളതിനെ ശക്തമായി നേരിട്ടു. എടോ മടവൂരി, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത വിശ്വാസത്തിന് അന്ധവിശ്വാസം എന്ന് പറയാം. അന്ധം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണടച്ചങ്ങോട്ട് സ്വീകരിക്കുക. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ നോക്കാതെ സ്വീകരിക്കുക അല്ലെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത്. ഖുർആനിലും ഹദീസിലും നോക്കിയിട്ട് അതിലുള്ളതിനനുസരിച്ച് സ്വീകരിച്ചാൽ അന്ധവിശ്വാസം എന്ന് പറയുകയില്ല എന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോ 1960കളിൽ ഇറക്കിയ ഖുർആന്റെ പരിഭാഷ എടുത്ത് നോക്കിയാൽ അത് 3 പണ്ഡിതന്മാർ, അൽ കഹ്ഫ് മുതൽ നാസ് വരെ 3 പണ്ഡിതന്മാർ എഴുതിയതാണ്. അലവി മൗലവിയും അമാനി മൗലവിയും PK മൂസ മൗലവിയും. അതിൽ നംല് വരെ എത്തിയപ്പോൾ PK മൂസ മൗലവിക്ക് അസുഖമായിട്ട് അദ്ദേഹം മാറി. പിന്നെ അമാനി മൗലി അലി മൗലി എഴുതി. എന്നിട്ട് മുഴുവൻ KM മൗലവി പരിശോധിച്ചു. താഴെ 15 ഫുള്ള്. അങ്ങനെയുള്ള പരിഭാഷയിൽ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ഷെറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ സിഹിർ ഫലിക്കുമെന്നും സിഹിർ ഫലിക്കുകയില്ല എന്ന് പറയുന്നത് മുഅ്തസിലത്തിന്റെ അഭിപ്രായമാണെന്നും വ്യക്തമായി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പുസ്തകം, പരപ്പനങ്ങാടി വെച്ച് സമസ്തകല ജമിയത്തുലമയും കേരള ജമിയത്തും തമ്മിലുള്ള വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തടപാടുകളും അതിനായി രൂപീകരിക്കപ്പെട്ട സംയുക്ത കമ്മിറ്റിയുടെ തീർപ്പുകളും 1950 ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുന്ന സന്ദർഭത്തിൽ സിഹിറിനെ പറ്റിയും മറ്റുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ വരെ ഇന്ന് നിലവിലുള്ള ശബാബിലും അതുപോലെ തന്നെ സത്യധാരിലും മറ്റൊക്കെ പറഞ്ഞ എന്താണ്, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നത്. ഇപ്പോൾ ജിന്ന് വിഷയം വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടൊരു വലിയൊരു പുകില് നടക്കുന്നുണ്ട്. അമ്പലക്കടവ് ഫൈസി മുമ്പ് എഴുതി അദ്ദേഹത്തിന്റെ മുജാഹിദുകളോട് 25 ചോദ്യങ്ങൾ എന്നിട്ട് അത് ഞാൻ ഇസ്ലാഹിൽ മറുപടി എഴുതിയിരുന്നു. അത് നമ്മളെ മുമ്പ് അത്തൗഹീദിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചത് കൊടുത്തതാ. ഇന്നിപ്പോ കയ്യിൽപ്പെട്ടാത് മറിച്ചപ്പോ തന്നെ ആദ്യം കിട്ടിയതാ. ഈ പുസ്തകം കയ്യിൽ കിട്ടിയത് അതുണ്ടോ, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിന്റെ ഗുണം ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. കണ്ടോ, എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അധികാരത്തിലും പ്രവൃത്തികളിലും സൃഷ്ടികളെ പങ്കുചേർക്കുകയാകുന്നു അവൻ ചെയ്യുന്നത്. ഇത് ശിർക്കും കുഫറും തന്നെയാകുന്നു. ഇനി കണ്ടോ, പടപ്പുകളുടെ കഴിവിൽ പെടാത്തതും പടച്ചന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി, അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്തും ഖുർആൻ തെളിയിക്കുന്നത് കാണുക. അപ്പൊ ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും ഇപ്പൊ ചില ആളുകൾ അതെല്ലാം കുപ്രചനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഇതേതിൽ തന്നെ കാണാം, ഈ വാദപ്രതിവാദത്തില് നമ്മളെ പണ്ഡിതന്മാര് അവർക്ക് എഴുതി കൈമാറിയതില്ല. ഖുർആനിനും ഹദീസിനും സഹാബത്തും താബീങ്ങളും കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾക്കും അവർ അവയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കും എതിരായി അർത്ഥം കൊടുക്കുവാനോ വ്യാഖ്യാനം നൽകുവാനോ അവരാരും പറയാത്ത അർത്ഥം സ്വയം കൊടുത്ത് ഖുർആന്റെയും ഹദീസിന്റെയും ഉദ്ദേശത്തെ അലങ്കോലപ്പെടുത്തുവാനോ ആർക്കും അവകാശമില്ല തന്നെ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാ. ഇവർ പറഞ്ഞെന്താ,
ഈ സലഫി മൻഹജ് ഇപ്പൊ പുതിയ ഇറക്കുമതിയാണെന്നാ. 1950 നമ്മൾ പരപ്പനങ്ങാടി വാദപുതിയാത്തോളം എഴുതി വെച്ചതാണ്. ഒന്നുകൂടി കേട്ടോളി. ഖുർആനിനും ഹദീസിനും സഹാബത്തും താബീങ്ങളും കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾക്കും അവർ അവയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കുമെതിരായി അർത്ഥം കൊടുക്കുവാനോ വ്യാഖ്യാനം നൽകുവാനോ അവരാരും പറയാത്ത അർത്ഥം സ്വയം കൊടുത്ത് ഖുർആനിന്റെ ഈ ഹദീസിന്റെയും ഉദ്ദേശത്തെ അലങ്കോലപ്പെടുത്തുവാനോ ആർക്കും അവകാശമില്ല തന്നെ. വമിൻശരി നഫാസാത്തി ഫിൽ ഉഖദിന് ഇപ്പൊ എന്താ പറയുന്നത്? ഏഷണി നടത്തുന്ന പെണ്ണുങ്ങളുടെ ഷെറിൽ നിന്നൊന്ന് ഒരൊറ്റ സഹാബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ഒരു താബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ഒരു താബി അങ്ങനെ അർത്ഥം കൊടുത്തണോ? ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എന്നിട്ട് അത് പറഞ്ഞാൽ ഏഷണി നടത്തുന്ന പെണ്ണുങ്ങളിൽ നിന്നാണ് രക്ഷ തേടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾക്ക് നമ്മൾ ഈ മടവൂരികളുമായുള്ള ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന് ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാർ നന്നാകൂ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയിട്ട് ഖുർആൻ, നമ്മളെ അമാനുവലിന്റെ ഖുർആൻ പരിഭാഷയിൽ മുഖവുരുണ്ട്, നീണ്ട മുഖവുര. അതിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്നിട്ട് അധ്യായം കൊടുത്തിട്ടുണ്ട്. എന്താണ് അമാനുവലിന്റെ ഖുർആൻ പരിഭാഷ അടിച്ചിട്ടും തികയാത്തത്? എത്ര പതിപ്പിറക്കിയാലും ആളുകൾ വാങ്ങിയിട്ട് വരും. മുജാഹിദീകൾ മാത്രമല്ല വാങ്ങുന്നത്, ഇവിടുത്തെ സുന്നികളും തബ്ലീഗുകാരും ജമാഅത്തുകാരും ഒക്കെ കൊണ്ടുപോയി വാങ്ങുകയാണ്. നമ്മളെ എതിരാളികൾ പോലും ഖുർആൻ മനസ്സിലാക്കാൻ അമാനിയുടെ പരിഭാഷ അവലംബിക്കുന്നു. എന്താ കാരണം? അമാനി മൗലവിന്റെ അലി മൗലിന്റെയും വക അതിലില്ല. അതിലുള്ളൊക്കെ മുൻഗാമികളുടെ തഫ്സീറുകളിൽ ഉള്ളതാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില്ലറ അതിപ്പോ പല തഫ്സീറുകളിലും ഉണ്ടല്ലോ. എന്നല്ലാതെ ചില ദുർബലമായ ഹദീസുകളെ, അപ്പൊ ഇബ്നു കസീറിൽ എത്ര ദുർബലമായ ഹദീസുകളുണ്ട്? അത് മുഹദ്ദിസുകളല്ലാത്ത ആളുകൾ, ഹദീസിന്റെ സിഹത്തുൽ അഫും പരിശോധിക്കാത്തവർ അതെടുത്തു കൊടുത്തതുപോലെ അമാനുവലിക്കും പറ്റിയിട്ടുണ്ടെന്നല്ലാതെ മൊത്തത്തിൽ അമാനുവലിയുടെ പരിഭാഷ സലഫീങ്ങളെ തഫ്സീറാണ്. അത് കേമോലി പറഞ്ഞിട്ടുണ്ട്. കേമോലി എഴുതിയ അഭിപ്രായം വായിച്ചാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും. ഈ 3 ബഹുമാന പണ്ഡിതന്മാരാണ് ഇത് എഴുതിയിരുന്നതെങ്കിലും ഇത് സലഫീങ്ങളെ തഫ്സീറാണെന്ന് എനിക്ക് തീർത്തു പറയാൻ സാധിക്കുമെന്ന് കെ.എം. മൗലവി റഹിമഹുല്ലാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അമാനുവലിയുടെ പ്രത്യേകത. അപ്പൊ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കണത്? എന്താ കൊടുത്തത്? എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്? അതിന് ചില നിബന്ധനകൾ, നിയമങ്ങൾ, ചില ഉസൂലുകളുണ്ട്. ആ ഉസൂൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആന്റെ ഒന്നാമത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത് വേറെ സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ടാവും, അത് നോക്കണം. ഇപ്പൊ മൂസാ നബിന്റെ ചരിത്രം ഒരു സ്ഥലത്ത് മാത്രം, ഒരുപാട് സ്ഥലം എല്ലാം കൂടി കൂട്ടി വെച്ചാലേ മൂസാ നബിന്റെ ചരിത്രം കിട്ടുള്ളൂ. ആ വിഷയത്തിൽ വന്ന എല്ലാ ആയത്തുകളും നോക്കിയിട്ട് ആ ആയത്തിന് അർത്ഥം പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഖുർആനിൽ കാണാത്ത വിഷയമാണെങ്കിലോ ഖുർആൻ ആർക്കാ ഇറങ്ങിയത്? റസൂലുള്ളാഹിക്കാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഈ ഉത്ബോധന ഗ്രന്ഥത്തെ നിനക്ക് നാം ഇറക്കി തന്നത് നീ അവർക്കത് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ടത് നബിയെ നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. അപ്പൊ ഖുർആന്റെ വിവരണം ആരെ ബാധ്യതയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാണ് ബയാൻ ചെയ്യാന്നുള്ളത്. ആ ബയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് നിർവഹിച്ചു. 2 തരത്തിലാണ് ആ ബയാൻ. ഒന്ന്, ഇറക്കപ്പെട്ടത് മുഴുവനും ഏറ്റക്കുറച്ചിൽ കൂടാതെ എത്തിച്ചു കൊടുക്കുക. ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിനക്ക് അവതരിക്കപ്പെട്ടതെല്ലാം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അവസാനത്തെ ഹജ്ജിൽ ചോദിച്ചു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? എല്ലാവരും പറഞ്ഞു എത്തിച്ചു തന്നു. അതാണ് ഒരു ബയാൻ. രണ്ടാമത്തേതോ വിശദീകരണം ആവശ്യമുള്ള ആയത്തുകൾ വിശദീകരിക്കുക. 23 കൊല്ലത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വിശദീകരണമാണ്. അപ്പൊ അഖീമു സ്വലാത്താന്ന് ഖുർആനിൽ കാണും, നിസ്കാരം നിലനിർത്തണം. വർക്കഉ വസ്ജുദു, റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം. പക്ഷെ ഖുർആനിലുണ്ടോ നിസ്കാരത്തിന്റെ രൂപം? ചേകനൂർ ഖുർആനിൽ ഇന്ന് നിസ്കാരത്തിന്റെ രൂപം ഉണ്ടാക്കി, നല്ല കോല. ഇവരെന്താ ചെയ്തറിയോ? നമ്മളുള്ള നിസ്കാരത്തിന്റെ സ്ട്രക്ചർ അങ്ങ് മുമ്പിൽ വെച്ചു. എന്നിട്ട് അതിനങ്ങ് തെളിവ് തരഞ്ഞു. ആദ്യം തക്ബീർ, അവന് വകബ്ബിർഹു തക്ബീറാ. കബ്ബിറു തക്ബീറാണ് ആദ്യം. തക്ബീറിലുണ്ടോ? അത് നിസ്കാരത്തിലാണെന്നുണ്ടോ? അങ്ങോട്ട് എഴുതി തന്നെ കബ്ബീർ എന്നൊരു വാക്കുണ്ട് ഖുറാഫികളെക്കാൾ അതപ്പതിച്ച രീതിയിൽ. പിന്നെ റുക്കുവുണ്ട്, വർക്കഉ. നോക്കുമ്പോ ഇത്തിദാലിന് തെളിവ് കിട്ടുന്നില്ല. അപ്പൊ ഇവരൊന്ന് ഉരുണ്ട് കളിച്ചു. റുക്കുവിൽ നിന്ന് നേരെ സുജൂദിൽ പോകുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച്. അപ്പൊ അതാണ് ഖുർആൻ കൊണ്ടൊരു നിസ്കാരത്തിന്റെ രൂപം തെളിയിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ഇനി ഒരാളൊരു രൂപം തെളിയിച്ച വേറെ ആൾക്ക് വേറെ രൂപം തെളിയിക്കാൻ പറ്റും. ആദ്യം ഇന്നത് പിന്നെ ഇന്നത് ചൊല്ലേണ്ടത് ഇന്നത് എന്നും ഖുർആനിലില്ല. അപ്പൊ അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞതിനെ അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു തന്നു. ജിബ്രീലിനെ മനുഷ്യരൂപത്തിൽ അയച്ചു. ജിബ്രീൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? എന്നിട്ട് നബി അതുപോലെ നിസ്കരിച്ചു സഹാബത്തിന് മുമ്പിൽ എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അതാണ് നിസ്കാരത്തിന്റെ രൂപം. അപ്പൊ അത്
ഹദീസിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ആരൊക്കെ കൊടുക്കണം? എല്ലാവരും കൊടുക്കണോ? എല്ലാ 100 റുപ്യ കിട്ടിയോനൊക്കെ 2.5 റുപ്യ കൊടുക്കണോ? അപ്പൊ അത് അതിന്റെ നിസാബ് എത്രയാണ്? ഖുർആനിൽ നിന്ന് കിട്ടൂല. എത്രയാ കൊടുക്കേണ്ടത്? 2% 5% 10%? അത് ആളുകളെ തരത്തിനനുസരിച്ച്, നമ്മളെ തരത്തിനനുസരിച്ച് മാറ്റം വരുമോ? ഇതൊന്നും ഖുർആനിൽ നിന്ന് കിട്ടൂല. എല്ലാം ഹദീസിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഹജ്ജും നോമ്പും ഒക്കെ വിശദമായി നമുക്ക് ലഭിക്കുന്നത്, ഇസ്ലാമിക ജീവിതത്തിന്റെ ഒട്ടനവധി വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത് ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നാണ്. ഖുർആൻ ചില സിദ്ധാന്തങ്ങളും തത്വങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ പ്രായോഗികമായ വിശദീകരണം, അതിന്റെ ജീവിതസ്പർശിയായ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ഹദീസ് അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ ചില ആളുകൾ പറയും ഈ ഖുർആനില് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടാവും, അതിലാകെ കുറച്ച് ആയത്തുകളെ തഫ്സീറിലുള്ളൂ, ബാക്കി ആയത്തൊക്കെ സ്വന്തം വ്യാഖ്യാനിക്കാന്നാ സുല്ലമി പറയുന്നത്. വാസ്തവത്തിൽ അതല്ല, ചില ആയത്തുകളുടെ സബബുൻ നുസൂല് വ്യക്തമായി വന്നിട്ടുണ്ടാവും, അത് കുറച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സഹാബികളും താബീങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് ഹദീസിൽ നിന്നും വ്യക്തമായി ലഭിക്കാത്ത വിശദീകരണമാണെങ്കിൽ സ്വഹാബത്തിന്റെ ഖൗലുകൾ നോക്കണം. കാരണം ഖുർആൻ അവതരിച്ച കാലത്ത് ജീവിച്ച ആളുകളാരാ? സ്വഹാബികളാ. ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ അവരാണ്. ഏതൊരു ജാഹിലിയത്തിനെയാണ് ഈ ആയത്ത് തുടച്ചു നീക്കുന്നത്, ഏതൊരു ഇസ്ലാമിക കാര്യത്തെയാണ് ഈ ആയത്ത് സ്ഥാപിക്കുന്നത്, അത് നേരിട്ടറിയുന്നവർ ആരാ? അത് നേരിൽ കേട്ടവർ അവരാരാ? സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രഥമ പ്രാധാന്യം കൽപ്പിക്കണം. പക്ഷേ സഹാബി പറഞ്ഞു എന്ന് വ്യക്തമായി തെളിയണം. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അണച്ചു പിടിച്ചുകൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചതായി ഹദീസുണ്ട്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, പടച്ചവനെ ഇദ്ദേഹത്തിന് ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിലേക്ക് ഒരുപാട് റിവായത്തുകൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. പലതും സനദ് ശരിയായിരിക്കില്ല. ഒരേ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഒരു തഫ്സീൽ ഒരർത്ഥവും വേറെ തഫ്സീൽ വേറൊരർത്ഥവും കൊടുത്തത് കാണാം. അതിന്റെ അർത്ഥം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് നല്ല ശ്രുതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലേക്ക് പിൽക്കാലത്ത് പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പല റിവായത്തുകളും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞു എന്ന് ഉറപ്പായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ സഹാബികളിലേക്ക് ചേർത്തി പറഞ്ഞ അഭിപ്രായങ്ങളെ സനദ് സഹിതം ഉദ്ധരിച്ചത് സഹീഹാണെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ താബിഈങ്ങളുടെ വ്യാഖ്യാനം, സഹാബികളിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുള്ള ലഹാക്ക്, മുജാഹിദ്, സഈദ് ബിൻ ജുബൈർ, ഇബ്നു സയ്യിദ് പോലെയുള്ള ഒരുപാട് മുഫസ്സിരീങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് ഖുർആനെ വ്യാഖ്യാനിച്ചത് എന്ന് നോക്കണം. ഇങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതെന്ന് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മുഖദ്ദിമയിൽ മുഖവുരയിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്നിട്ട് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മളെ ഖുർആൻ ലേണിംഗ് സ്കൂൾ തുടങ്ങിയ കാലത്ത് അതിന്റെ ഡയറക്ടർ മരിച്ചുപോയി റഹിമഹുല്ലാ. അദ്ദേഹം പറയാറുണ്ട്, ഖുർആൻ എടുക്കുക, ഒരു അറബി ഡിക്ഷണറി എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതാണ് തഫ്സീർ. നിങ്ങൾ നോക്കണ്ട, വേണമെങ്കിൽ ഭാഷാപരമായ നിങ്ങൾ കശാഫ് ഒന്ന് നോക്കിക്കൊള്ളുണ്ടു. കശാഫ് ആരുതാറിയോ? പച്ച മുഅ്തസിലിയാണ്, ജാറുല്ലാഹി സമഖ്ശരി എന്ന് പറയണേ. സലഫുകളുടെ മാർഗത്തെ തെന്നിത്തെറിച്ചു പോയ മുഅ്തസിലി ചിന്താഗതിക്കാരൻ. അത് നോക്കിയാൽ മതി എന്നാ പറഞ്ഞത് ഖുർആൻ ലേണിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞതിന് ശേഷം QLS മാറ്റിയിട്ട് എന്താക്കിയത്? QHLS ആക്കിയത്. ഖുർആൻ ഹദീത്ത് ലേണിംഗ് സ്കൂൾ. ഹദീത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്. ഓരോരുത്തർക്ക് തോന്നിയ വ്യാഖ്യാനമല്ല. എനിക്കൊരു വ്യാഖ്യാനം, ഇയാൾക്ക് വേറൊരു വ്യാഖ്യാനം, മറ്റാൾക്ക് വേറൊരു വ്യാഖ്യാനം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് സഹാബത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെ നോക്കണം. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസ കാര്യങ്ങള്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അഹ്ലി കിതാബിനോട് അല്ലാഹു പറയാണ്, അവർ വിശ്വസിച്ചുവെങ്കിൽ, നിങ്ങൾ സഹാബികളായി നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. അപ്പൊ സന്മാർഗം പ്രാപിക്കണമെങ്കിൽ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ഇപ്പൊ ഇഖ്റ ബിസ്മിന്റെ അർത്ഥത്തെ പറ്റി തർക്കണ്ടായല്ലോ അല്ലേ? ജമിയത്തുൽ ഉലമയിൽ ചർച്ച വന്നല്ലോ. നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെക്കുക എന്നാണ് KK അതിനർത്ഥം പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്നിട്ട് അതിന് വായിക്കാൻ ന്യായം പറഞ്ഞ എന്താ അറിയോ? ഖറഅ എന്ന് പറഞ്ഞാൽ അതിന് ജമഅ എന്ന് ഡിക്ഷണറിയിൽ അർത്ഥമുണ്ട്. സലാസുലമി അത് എഴുതിയിരിക്കുന്നു. മുജാഹിദുകൾക്ക് ആദർശ വ്യതിയാനമോ എന്നുള്ള പുസ്തകവും മറ്റൊക്കെ എഴുതിയെന്താ, ഖറഅക്ക് ജമഅന്ന് ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു അൽമൻഹലിൽ പോലും അർത്ഥമുണ്ട്. അബ്സലാഹ് വാഖവിയും പ്രൊഫസർ ബി മുഹമ്മദ് എഴുതിയതാ വലിയ തെളിവ്. ജമഅന്ന് അർത്ഥമുണ്ട്, ഒരുമിച്ച് കൂട്ടി ഖറഅക്ക് അർത്ഥമുണ്ട്. ഭാഷയിൽ അങ്ങനെ അർത്ഥം ഉണ്ടോ എന്നുള്ളതല്ല. ഇഖ്റ ബിസ്മി അവതരിച്ച സാഹചര്യം ഏതാ? എല്ലാ കുട്ടിക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂല് ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുമ്പോ മലക്ക് മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞ വാക്കാണത്. നബി കൊടുത്ത മറുപടി എന്താ?
മാ നബി ഖാരിയിൻ, ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനല്ല, ഞാൻ ശേഖരിച്ചു വെക്കുന്നവനല്ല എന്നർത്ഥം. അല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. നിങ്ങൾ വായിക്കൂ, എനിക്ക് വായിക്കാനില്ല. അപ്പൊ അണച്ചു പിടിച്ചു, വിട്ടിട്ട് പിന്നെയും പറഞ്ഞു ഇഖ്റ വായിക്ക്. അപ്പോഴും അതേ മറുപടി അല്ലേ. എന്നിട്ട് റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെക്കുക എന്നാണ് അതിനർത്ഥം. അവസാനം നീലപുസ്തകത്തിൽ ന്യായീകരിച്ചിരിക്കുകയാണ് ഇതിനെ. ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട് എന്ന് മാത്രമല്ല, ഈ പറയപ്പെട്ട വ്യക്തി തന്നെ വയനാട്ടിൽ പോയി പ്രസംഗിച്ചത് ഈ മരമൂരാച്ചികൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 25 കൊല്ലം കഴിയുന്നതാണ്. അപ്പോൾ മൂപ്പര് വിട്ടിട്ടില്ല, മൂപ്പര് അനുയായികളും പോയിമൊന്നും വിട്ടിട്ടില്ല. ഇപ്പോഴും അവർ സലഫി മൻഹജിനെ കുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ന്യായീകരിക്കാച്ചത്. മാത്രമല്ല, ഖുർആൻ വായിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം പെറുക്കിക്കൂട്ടലല്ലേ എന്നാ. ഇപ്പൊ കോഴിക്കോട് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ കോ ഇവിടെ നിർത്ത്, ഇഴി ഇപ്പുറത്ത് നിർത്ത്, കോ അപ്പുറത്ത് നിർത്ത്, ഡി ഇപ്പുറത്ത് നിർത്ത്, ഒക്കെ പാടെ ചേർത്ത് വെച്ചാൽ കോഴിക്കോട്. അതും ഒരു തരം പെറുക്കിക്കൂട്ടലല്ലേ, ശേഖരിച്ചു വെക്കലല്ലേ എന്ന് വരെ പറയാൻ മടവൂരി മൊല്ലമാർ ഇപ്പോൾ അധപ്പതിച്ചിരിക്കുകയാണ്. അത്രത്തോളം അന്ന് പറഞ്ഞാൽ ജമിയത്തുൽമന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഇത്തരം ഒറ്റപ്പെട്ട അർത്ഥങ്ങളൊന്നും ആളുകളുടെ മുമ്പിൽ പറയരുത്. ശരി, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നില്ല, ഞാൻ തിരുത്തി. പക്ഷേ നീലബുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാ പോയിക്കണത്. ഈ പറഞ്ഞ ഗൂഢാലോചനക്കാര് ജമിയത്തിന്റെ തീരുമാനം പൊളിക്കാൻ നീലബുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടാ പോയിരുന്നത്. അപ്പൊ ഇനിൽ ഹുക്കും ഇല്ലാലില്ല. ഖവാരിജികൾ പണ്ടേ പറഞ്ഞ ആയത്താണ്. അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, യുദ്ധം നടക്കുകയാണ്. അലി ബിൻ അബി താലിബ് വിജയത്തോടെ അടുക്കുകയാണ്. ആ സമയത്തിൽ ഒരു കൂട്ടര് മുആവിയന്റെ പക്ഷത്തുള്ള ചില ആളുകൾ ചെയ്ത ഒരു ഖുർആൻ ഇങ്ങനെ കുന്തത്തുമെല്ലാം കുത്തിപ്പിടിച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് വരുവീൻ. അപ്പൊ അലിന്റെ ആളുകളൊക്കെ അതിൽ പെട്ടുപോയി. എന്നാ നമുക്ക് യുദ്ധം നിർത്താം, നമ്മൾ അതിലേക്ക് മടങ്ങുക. അപ്പൊ അലിക്കും മുആവിയക്കും ഒന്നും തീർപ്പ് പറയാൻ അവകാശമില്ല, തീർപ്പ് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അവരാണ് ഖവാരിജ് എന്ന പേരിൽ പുറത്തുപോയ കൂട്ടര്. അങ്ങനെ ഉണ്ടായത്, ഖവാരിജ് ഉണ്ടായത്. അപ്പൊ ഖവാരിജുകൾ ഉപയോഗിച്ച് അതേ ആയത്ത് തന്നെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി മൗദൂദി ഓതിയില്ലേ. എന്നിട്ട് ആ ആയത്തിന് അന്ന് അവരാ വ്യാഖ്യാനം കൊടുത്തപ്പോൾ അതിന് അലി ബിൻ അബി താലിബ് കൊടുത്ത മറുപടി എന്താണോ? കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. പറഞ്ഞത് സത്യമായ വാക്കാണ്, പക്ഷെ ഉദ്ദേശിക്കുന്നത് ബാത്തിലായ കാര്യമാണ് എന്നതുപോലെ ഖുർആനിന് സ്വന്തം നിലക്ക് അർത്ഥം പോലെ. ഇപ്പോ യുവത തന്നെ പുറത്തിറക്കിയ ഖുർആൻ ദുർവ്യാഖ്യാന പ്രവണതകൾ എന്ന പുസ്തകം അബ്ദുൽ സുല്ലമി എഴുതിയതാ. ഷിയാക്കൾ നടത്തിയ ദുർവ്യാഖ്യാനം, ഖാദിയാനികൾ നടത്തിയ ദുർവ്യാഖ്യാനം, കാലഘട്ടങ്ങളിൽ ഓരോ പ്രസ്ഥാനക്കാരും ഖുർആനെ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടതില്. എല്ലാവരും ഖുർആനിൽ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഖുറാഫികള് അവർ ഹദീസ് നമുക്ക് വല്ലാതെ വരലില്ല, ഖുർആൻ എടുക്കല. ഖുർആൻ എടുത്തിട്ട് തൊള്ളേ തോന്നിയ അർത്ഥം പറയാ. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ. അർത്ഥം പറഞ്ഞാൽ അവർ തെറ്റില്ലല്ലോ. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തരും. വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബ്ലിക, നിന്റെ മുമ്പ് നാം അയച്ച, മിൻ റസൂലിനാ, നമ്മുടെ റസൂലുകൾ. അപ്പൊ നിന്റെ മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. വാക്കർത്ഥത്തിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ എപ്പോഴാണ് ആയത്തിറങ്ങിയത്, ഏതാത് സാഹചര്യം, അതൊന്നും പറയാതെയാണ്. അതിന്റെ വാക്യം എന്താ, അതൊന്നും ഓതാതെയാണ്. അപ്പൊ ആ വാക്ക് പൊതുവെ ശോതാക്കും തോന്നില്ല. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട്ടെ വലിയ കാലം ചെറിയ കാലം മറ്റേ ചന്ദ്രികയിൽ എഴുതിയതാ ശോതാക്കളെ വിളിക്കാൻ തെളിവ്. അള്ളാഹുവിന്റെ ഓർമ്മകൾ ശോതാക്കളെ വിളിച്ചോളീൻ. എവിടെയാ ആയത്ത്? ഖുർആനിന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക് ഇന്ന് വെല്ലുവിളിക്കാണ്. നിങ്ങൾ എല്ലാ നിങ്ങളെ സഹായികളെയും വിളിച്ചോളി എന്ന് പറയാണ്. അവിടെ അതിന്റെ നടുക്കുന്ന മുറിച്ച്. അപ്പൊ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന പ്രവണത. ഇപ്പൊ ഖാദിയാനികൾ ഖാത്തമുൻ നബിയീൻ, പ്രവാചക ശ്രേഷ്ഠൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണ് പ്രവാചകന്മാരിൽ അന്തിമൻ എന്നല്ല, പ്രവാചക മുദ്ര. ഖാത്തം എന്ന് പറഞ്ഞാൽ മുദ്ര എന്നർത്ഥം, സീല് നടത്തണ്ട്. പ്രവാചക മുദ്ര, പ്രവാചക ശ്രേഷ്ഠൻ എന്നാണ് ഈ രൂപത്തില്. അതുപോലെ KGന്റെ മുമ്പിൽ ചർച്ച വന്ന മറ്റേ ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ഖിയാമയിലായത്ത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. നബിയെ വഹയിറങ്ങുന്ന സന്ദർഭത്തിൽ അത് മനഃപ്പാഠമാക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു ഖുർആന, അത് നിങ്ങളെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിത്തരലും പിന്നീട് വിവരിച്ചത് നമ്മുടെ കടമയാണ്. അതിന് KK അർത്ഥം പറഞ്ഞു. എന്ത്? ശബാബിൽ വന്നു, അച്ചടിച്ചു വന്നു. കാഫിർ പരലോകത്ത് വെച്ച് തന്റെ ന്യായം സ്ഥാപിക്കാൻ നാക്കിട്ടടിക്കുകയാണ്. ഇവിടുന്ന് നാക്കിട്ടടിച്ച് വക്കീൽ പണി എടുത്ത മാതിരി അവിടെയും വക്കീൽ പണി എടുത്ത് നോക്കുകയാണ്. അപ്പോ അള്ളാഹ് പറയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക, നീ അങ്ങനെ നാക്കിട്ടടിക്കൊന്നും വേണ്ട, നിന്റെ തെളിവെല്ലാം നമ്മളതിലുണ്ട്, നമ്മളതൊന്ന് വായിച്ചു തരും. അപ്പൊ അതിനോട് ഫോളോ ചെയ്താൽ മതി. നരകത്ത് നരത്ത്, സ്വർഗത്ത് അതിന്റെ നാക്കിട്ടടിയൊന്നും ഇവിടെ കേൾക്കണ്ട. അതിനെന്താ തെളിവ്? അതിന്റെ മേലെ പറഞ്ഞതും പരലോകത്തെ പറ്റിയ, താഴെ പറഞ്ഞതും പരലോകത്തെ പറ്റിയ. അപ്പൊ നടുക്ക് മാത്രം വേറൊന്നും പറയാൻ പറ്റൂല. ഇത് പണ്ടേ ചേകനൂര് പറഞ്ഞതാണ്. മടവൂരികൾ തെറ്റിപ്പോയപ്പോ ചേകനൂരികൾ ഖുർആൻ ദർശനത്തിൽ സ്വാഗതം ചെയ്തു. ഈ ആയത്തിന് ഇതാണ് അർത്ഥമെന്ന് മൗലവി അബുൽ ഹസൻ ചേകനൂര് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ എതിർത്തു. ഇപ്പോൾ മുജാഹിദ് ഒരു കൂട്ടർക്കെങ്കിലും അബുൽ ഹസൻ ചേകനൂർ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ അദ്ദേഹം പറഞ്ഞ ഓരോന്നോരോന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നെഴുതി. കണ്ടോ? അപ്പൊ അതാണ് അത് ചേകനൂരിന്റെ അർത്ഥം. ആ ആയത്ത് സഹാബി നേരെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ ധൃതിപ്പെട്ട് ചുണ്ട് ചലിപ്പിച്ചിരുന്നു എന്ന് നാവ് കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്.
അതാണ് ആയത്തിന്റെ അർത്ഥം. വേണ്ട സുഹൃത്തുക്കളെ, CN അഹമ്മദ് മൗലവിയുമായി നമ്മളേറ്റുള്ള പണക്കെന്താ? അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയതല്ലല്ലോ. അദ്ദേഹത്തിന് ഖുർആൻ പരിഭാഷ വായിച്ച് എത്ര ആൾ മുജാഹിദായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ എതിർക്കാൻ KM മൗലവിയും ഉമർ മൗലവിയൊക്കെ രംഗത്ത് വന്നു. എന്തേ കാരണം? പുറത്താക്കാതെ തന്നെ മൂപ്പർ ഔട്ടായി, ഇരുന്ന് ക്ലീൻ ഔട്ട്. എങ്ങനെയായത്? അയാളുടെ വ്യാഖ്യാനം, ഖുർആൻ വ്യാഖ്യാനം തെറ്റാണെന്ന് നമ്മൾ ഖുർആൻ പരിഭാഷയിൽ തുറന്നെഴുതി. സെൽസബിയിൽ പച്ചയായിട്ട് വിമർശിച്ചു ഉമർ മൗലവി. ചില ആളുകളൊക്കെ ചോദിച്ചു അത്ര വേണോ? വേണ്ടി വന്നു എന്നുള്ളത് വിഷയം ക്ലീനായില്ലേ? എത്ര സ്ഥലത്ത് ആ പേജ് കണക്കിന് അമാനി മൗലവി ഇയാൾക്ക് മറുപടി പറഞ്ഞ്. അയാൾ മതം പൊളിക്കാൻ വന്ന ആളല്ല. CN മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ദേശീയ മുസ്ലിങ്ങളെയും അതുപോലെ പുരോഗമന മുസ്ലിങ്ങളെയും ഒക്കെ പാടുന്ന് കൂട്ടിപ്പിടിച്ച് ഇതിൽ ചേർക്കാന്ന് വിചാരിച്ചുണ്ടാക്കിയ വ്യാഖ്യാന. മൂസാ നബി വടികൊണ്ടടിച്ചിട്ട് ചെങ്കടൽ പിളർത്തിയിട്ട് അവിടെ ഒരു വരണ്ട വഴി ഉണ്ടായിട്ട് ഫിറൗൻ മൂസാ നബിയും കൂട്ടി അക്കരെ കടന്നാണ്. അത് മോഡേണിസ്റ്റ് വിശ്വസിക്കൂല. അപ്പൊ ഓന്റെ ബുദ്ധിക്ക് കൊള്ളണമാതിരി മൂപ്പരതിനെ എന്താണ് വ്യാഖ്യാനിച്ച്. അതെന്താ? വേലിയേറ്റവും വേലിയർക്കൊക്കെ നേരെ മനസ്സിലായിരുന്ന ആളാണ് മൂസാ നബി. വേലിയറിഞ്ഞ നേരം നോക്കിയിട്ട് ആ വടി ഇങ്ങനെ നോക്കി ആയം കുറഞ്ഞ അസുഖം ഇങ്ങനെ കുത്തി അപ്പുറത്തന്നെ എത്തിയതാണ്. നല്ല വ്യാഖ്യാനായി. എത്ര പേജ അമാനിമോലിയും അലിമോലിയും വ്യാഖ്യാനിച്ച്. അതുകൊണ്ടാണ് ഈ കൗഫിങ്ങെന്ന് തുടങ്ങിയത്. നമ്മളെ പരിഭാഷ അൽ ബഹ്റീനല്ലല്ലോ തുടങ്ങിയത്, കൗഫിങ്ങെന്നാ തുടങ്ങിയത്. കാരണം ഇയാളെ ദുർവ്യാഖ്യാനം അതിന്റെ പരമകോടിയിലെത്തി. അൽ കൗഫും താഹയൊക്കെ വന്നപ്പോഴത്തിന് ഇനി വിട്ടുകൂടാന്നാണ് അവിടുന്ന് തുടങ്ങി. നമ്മൾ പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാ. ഇന്ന് അമാലിന്റെ പരിഭാഷ വെച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ഇപ്പോഴും CNism മനസ്സിന്ന് പോകാത്ത കുറെ ആളുകളുണ്ട്. കോഴിക്കോടുണ്ട്, തലശ്ശേരിയുണ്ട്, കണ്ണൂരുണ്ട്, പാലക്കാടുണ്ട്, എല്ലായിടത്തും ഉണ്ട് കുറച്ച് CNism തലയിലുള്ള. ഓലിപ്പത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഫിത്തനുണ്ടാക്കി കൊണ്ടിരിക്കുക. ഓലിക്ക് ഇപ്പോഴും സീറ് വലിക്കുന്നൊന്നും പറഞ്ഞാൽ ഓലിക്ക് അങ്ങ് കയറുന്നില്ല. അത് എന്നിട്ട് ഇങ്ങനെ ഒരു വിരണ്ടി കളിയാ. കാരണം CNism തലയിൽ നിന്ന് പോയിട്ടില്ല. ഖുർആനെ സഹാബികൾ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങ് കയറുന്നില്ല. അതുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനത്തിനും ഹദീസുകൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കി അതുപോലെ തന്നെയാണ്. ഇതൊക്കെ സുഹൃത്തുക്കളെ ഇപ്പൊ സംഘടന വളർന്നപ്പോൾ ഉണ്ടായതല്ലേ എന്നാണ് ചില ആളുകളെ ചോദ്യം. മടവൂരികൾ ആ ചോദ്യം ചില നമ്മളെ ആളുകളെ മനസ്സിലുണ്ട്. പിന്നെ ഈ സംഘടന വളരുമ്പോൾ മാതൃസംഘടനയുടെ ഒപ്പം ഔദ്യോഗിക പക്ഷത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാന്യത എന്നുള്ള ആൾക്ക് കുറെ ആൾ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. സംഗതി മനസ്സിലായിട്ടൊന്നുമല്ല. പിന്നെ കുറച്ചാളിങ്ങനെ ഒരു തൂക്കം നോക്കി നിന്നു. എവിടേക്കാത് പോണം? അല്ല ഞാനിപ്പോ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് തൂക്കം കിട്ടാണ് എറണാകുളം സമ്മേളനത്തിൽ കണ്ട വന്നാൽ ഞാൻ കിട്ടുന്ന ആളാ എന്ന് തീരുമാനിച്ചോലും ഉണ്ട്. ഓൽക്കൊന്നും ഇപ്പോഴും ഇത് തിരിഞ്ഞിട്ടില്ല. എന്താന്ന് തിരിയാഞ്ഞാ പറ്റൂല. കാരണം ഇനിയും പ്രതിസന്ധികൾ വരും. ഇനി ചീത്താമിഷ്യം വന്നപ്പോൾ ഓരോരുത്തർ ബേജാറായിട്ട് എന്നെ ചിലടത്തൊക്കെ പ്രസംഗിക്കാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാനൊക്കെ വരാം. പക്ഷെ ഞാൻ പ്രസംഗിച്ച് പോകുന്ന ശേഷം പിന്നെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് തല്ലുണ്ടാകാൻ പാടില്ല. ഒരു KNM തമ്മിലും ഐസമ്മ തമ്മിലും അത് പറ്റുമോ? അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആ വിഷയം ഒന്ന് പഠിക്കി, എന്നിട്ട് ഞാൻ വരാം. നിങ്ങൾ നമ്മളെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം വരെ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് വിഷയം തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും തിരിയാത്തവരുണ്ട്. അത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാ. അതിപ്പോ നമ്മൾ പറയണത് അത് നമ്മൾ എന്നിട്ട് ബേജാറാ. എന്തിനാ ബേജാറാണ്? അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്താ? സലഫുകളുടെ നിലപാടെന്താ? അഭിപ്രായ വ്യത്യാസം മൂടി വെക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതിരിക്കുക. അത് ജമാഅത്തെ ഇസ്ലാമിന്റെ നിലപാടാ. അഭിപ്രായ വ്യത്യാസങ്ങൾ മൂടി വെക്കലോ മാറ്റിവെക്കലോ നമ്മളെ രീതിയല്ല. നമ്മളെ രീതി അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധീരമായി പരിശോധിക്കലാണ്. എന്നും എക്കാലത്തും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആർക്കാ ഇപ്പോ വിചിന്തനത്തിൽ വണ്ടൂർ വാദപ്രതിവാദത്തെ കുറിച്ചുള്ളത് വായിക്കില്ല നിങ്ങൾ? ചേകനൂർ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചേകനൂരിനെ എതിർക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ വിചിന്തനത്തിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇപ്പൊ ചേകനൂരിനെതിരെ വാദപ്രതിവാദമൊക്കെ നമ്മൾ നടത്തണം. അയാൾ പോണേക്ക് പോട്ടേന്ന് വെച്ചാൽ പോരെ എന്നൊരു പ്രബല വിഭാഗം നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അയാളെ നേരിടണം എന്ന് തീരുമാനിക്കുകയും നേരിടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയും KC നേരിട്ട് വണ്ടൂരില് കൊല്ലങ്ങളോളം പിന്നെ അയാൾ മുങ്ങി നടക്കായിരുന്നു. പിന്നെ ഐസ് ഫാക്ടറിയും കൊണ്ടാ പൊന്തിയത്. അപ്പൊ അതാണ് അതുണ്ടാവും. ഇപ്പൊ വാഴക്കാട് പ്രസംഗം നടന്നപ്പോ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അള്ളാഹുവിന്റെ കൈ കാല് കണ്ണ്. അപ്പൊ നമ്മളാളില്ലേ ഇതിനാപ്പ ഇയാൾ ഈ കയ്യും കാലും പറഞ്ഞ് ഇതിനാപ്പ അള്ളാന്റെ കൈ അള്ളാന്റെ കാല് കണ്ടിട്ട് ഇതിങ്ങനെ പറയാൻ പോണ് എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മളിലുണ്ടായിരുന്നു. അന്ന് നിർത്തിവെച്ചിരുന്നെങ്കിലോ നമുക്ക് വിഷയം പഠിയോ? നമ്മളൊക്കെ അസ്മാ സിഫാത്ത് പഠിച്ച എവിടുന്നാ? അബ്ദുറഹ്മാൻ സലഫിയുടെ 7 ഖണ്ഡന പ്രസംഗത്തിൽ നിന്ന് ഇരുന്ന് മണിക്കൂറുകളിൽ നമ്മളൊക്കെ കേട്ടു പഠിച്ചു. അസ്മാ സിഫാത്തിലെ സലഫികളുടെ നിലപാട് പേരോടും പഠിച്ച് ഖുറാഫികളും പഠിച്ച് പഠിപ്പിച്ചോലെ നമ്മള്. അപ്പൊ അതാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഇപ്പൊ എന്തിനാ പറയുന്നത്, ഇതിപ്പോ എന്തിനാ പറയുന്നത്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ ധീരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാനിത് പറയുന്നത്.
കേരള ജമിയത്ത് ഉലമ രൂപീകരിച്ചപ്പോൾ കേരള ജമിയത്ത് നമുക്ക് പേര് കൊടുത്ത കാര്യങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. ഇപ്പൊ ഇവരും KJU എന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആളുകൾക്കൊക്കെ സംശയം, അവർക്ക് എങ്ങനെ KJU എന്നുള്ള അതേ പേര് കിട്ടിയത്? അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്നുള്ളത് വെട്ടിയിട്ടാ രജിസ്ട്രേഷൻ വാങ്ങിയത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ KJU എന്ന് മാത്രമല്ല, കേരള ജമിയത്തുൽ ഉലമ, പിന്നെ ബ്രാക്കറ്റില് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. അഹ്ലുസുന്നത്തൊക്കെ നിങ്ങൾക്ക് എടുത്തോ, ഞങ്ങൾക്ക് KJU മതിയെന്ന് പോലെ അതും കൊണ്ട് പോയി. അങ്ങനെ അവർക്ക് രജിസ്ട്രേഷൻ തരപ്പെടുത്തിയത്. എല്ലാം അങ്ങനെയാണല്ലോ. പുടവ കയ്യിലാക്കി എങ്ങനെ ഒരു പെണ്ണിനെ മൊക്കനിട്ടാണ്ട് കൊണ്ടുപോയി, ഞാനാണ് ഹബീബ, ഞാൻ ഇയാൾക്ക് മാറ്റി കൊടുത്തു. ഹബീബ അറിഞ്ഞിട്ടും കൂടിയില്ല. ഇജാതി കള്ളത്തരാണല്ലോ. നാളെ ഇവരറ്റ് യോജിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ കള്ളന്മാരിട്ട് ഇനി യോജിക്കേ, ഞങ്ങളാണ് യോജിച്ചുകൂടി ഞങ്ങളിതാ പോകണമെന്ന് അറിയാനാ നിൽക്കുന്ന ആളുകൾ. എത്രത്തിലുള്ള കുതന്ത്രങ്ങളും നോണയും ഫസാദും ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് എടുക്കണത്. അപ്പൊ അതുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ തന്നെ 84 പരിഷ്കരിച്ച ഭരണഘടനകൾ എടുത്തു നോക്കി. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉലമാ സംഘം വെറുതെ പേരിട്ടല്ല, അത് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ പേരിട്ടതല്ല. ആദർശം നമ്മുടെ പേരിൽ തന്നെ തെളിഞ്ഞു കാണാൻ വേണ്ടി എടുത്താണ്. അതിൽ ചട്ടങ്ങൾ എന്ന ഭാഗത്ത് 3-ാമത്തെ പേജിൽ കാണാം അവൾ ചേരുന്ന യോഗ്യത, അംഗങ്ങളുടെ യോഗ്യത. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവരും ഖുർആനും സുന്നത്തും സലഫ് സാലികളുടെ ശരീഅത്ത് ജീവിക്കുന്നവരുമായിരിക്കണം. അപ്പൊ സലഫി മൻഹജ് ഇപ്പം ഉണ്ടായതാ? 1924 ഉണ്ടാക്കിയ ജമിയത്തുൽ മീലാദ് ജമിയത്തുൽ ഉലമയുടെ മെമ്പർമാരുടെ യോഗ്യതയാണ് എന്ത്? ഖുർആനും സുന്നത്തും. നിർത്തിയോ ഇല്ല, സലഫ് സാലികളുടെ ചര്യയും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അപ്പൊ സലഫി മൻഹജ് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പുതിയത് പറഞ്ഞല്ല. എന്നാ പിന്നെ ഇതിനെ പുതിയൊരു തീരുമാനം എടുത്ത്, പഴയ തീരുമാനമൊക്കെ ആളുകൾ മറന്നുകൊണ്ട്, പഴയ തീരുമാനങ്ങളൊക്കെ ആളുകൾ മറന്നു, അത് മറപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് തീരുമാനിച്ചു എന്ന് മാത്രമല്ല 1944 സ്ഥാപിക്കപ്പെട്ട ജമിയത്തുൽ മുജാഹിദീൻ അരീക്കോട്, പിന്നീട് നിലമ്പൂരും വണ്ടൂരും കോഴിക്കോടിലെ കാരക്കുന്നത്തൊക്കെ ഉണ്ടായല്ലോ ജമിയത്തുൽ മുജാഹിദീൻ. അതിന്റെ 40-ാം വാർഷിക സോവനീറിൽ സംഘടനാ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം കേട്ടുള്ളൂ. ഖുർആൻ ദർസിൽ പതിവായി പങ്കെടുക്കുകയും സലഫി വഴിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. സലഫി വഴി എന്നാ പറഞ്ഞത്. ഈ മടവൂരികൾ പറഞ്ഞെന്താ, ഇപ്പൊ സംഘടനാ പ്രശ്നം വന്നപ്പോ പറയൽ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അറബിപ്പണം കിട്ടാൻ വേണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് പറയൽ തുടങ്ങിയാണ് സലഫീൻ. 44 ജമിയത്തുൽ മുജാഹിദിന്റെ ഭരണഘടനയിൽ സലഫി എന്ന് പറഞ്ഞത് 24 സലഫ് സാലി നമ്മളെ എഴുതി. മാത്രമല്ല അവരെ പ്രതിജ്ഞ കേട്ടോളി, താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യിച്ച ശേഷമാണ് ഓരോരുത്തരെയും മെമ്പറായി ചേർത്തിരുന്നത്. ഏതാ പ്രതിജ്ഞ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായാലും എനിക്ക് ബന്ധപ്പെട്ടവരോ ബന്ധപ്പെടാത്തവരായ ആർക്ക് തന്നെ വിപരീതമായാലും ഖുർആനും സുന്നത്തും പ്രമാണമാക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും മാതൃകയാക്കിയും കൊണ്ട് നീതി പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്നും. പിന്നെ കുറച്ച് വാചകം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാ. അപ്പൊ നബിയും സഹാബത്തിനെയും അത് പറഞ്ഞിട്ടുണ്ടെന്ന് ജമിയത്തുൽ മുജാഹിദിന്റെ പ്രതിജ്ഞയിൽ ഇന്നും അത് കാണാൻ സാധിക്കും. ഇപ്പൊ പരപ്പനങ്ങാടി സംവാദത്തിൽ 1950 എഴുതി കൊടുത്തപ്പോ ഞങ്ങൾക്ക് വായിച്ചെന്നില്ലേ. അപ്പൊ സഹാബത്തും താബിയങ്ങളും ഒക്കെ ദീന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് കേരള ജമിയത്തുൽ അന്നേ പറഞ്ഞതാ. പിന്നെ ഒരു വാക്കുണ്ട്, എന്നാൽ ഈ മൻഹജു സലഫി എന്നുള്ള വാക്ക് ഇപ്പൊ ഉണ്ടായതല്ലേ. കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ സോവനീറുകൾ ഇന്ന് പോയിട്ട് എടുത്തു നോക്കുക. അതിൽ ആദ്യത്തിലൊരു അറബി ലേഖനുണ്ട്. ചെറിയ മുണ്ട അബ്ദുൾ റസാഖാണ് ആ ലേഖനം എടുത്തു കൊടുത്തത്. അതിലൊരു ഹെഡിങ് എന്താ അറിയോ? അൽ മൻഹജു സലഫി വസായിറുൽ മനാഹിജ്. അൽ മൻഹജു സലഫി, സലഫി മൻഹജും മറ്റ് മൻഹജുകളും. കണ്ടോ, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ. മാത്രല്ല നമ്മളെ കരിമ്പിലാക്കൽ പ്രസംഗിച്ചു, ഈ സലഫി മൻഹജ് ഞങ്ങൾ അംഗീകരിക്കും, എന്നാൽ ഈ അൽ മൻഹജു സലഫി ഉണ്ടല്ലോ ഞങ്ങൾ അംഗീകരിക്കൂല. ഏതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. എങ്ങനെയുണ്ട്? കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഈ രൂപത്തിലെ പൊട്ടപ്പോയത് അതൊക്കെ കേട്ടിട്ട് CP ഒക്കെ ഇങ്ങനെ മൂളി കൊടുക്കല്ലേ. ഇപ്പൊ CP ഒക്കെ ചോദിക്കുക കരിമ്പിലാക്കലോട് ഞാൻ എന്തായാലും എത്തിവേ പറയേണ്ടത്. ആ നിലവാരത്തിലാ പറ്റി. ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ പോലെ പണ്ഡിത സംഘം തീരുമാനിച്ചിരിക്കാണ്, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ അള്ളാഹു അല്ലാത്തവർക്കും കഴിയുന്നു ഇവർ KNMകാർ വിശ്വസിക്കുന്നു. എന്തെന്നാ ഈ അഭൗതികത്തിന്റെ അർത്ഥം ഇവർക്ക് അറിയോ? എന്താ അഭൗതികം തന്നെ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായം. അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് എന്നും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്ന് വെറുതെ പറയന്നെ, ഈ കൗമിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഖുറാഫി മൊല്ലമാരെക്കാൾ അതപ്പതിച്ച രീതിയിലല്ലേ നല്ല വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിതൊക്കെ മനസ്സിലാക്കണം. KPയുടെ കാലത്ത് നമ്മൾ ഇറക്കിയ ബ്രോഷറിൽ കാണാം,
തദ്ഉഹും ഐക്യസംഘത്തെ പറ്റി പറയാം. തദ്ഉഹും മിനൽ ഉഖുവത്തിൽ ഇസ്ലാമിയ്യ വഇലൽ ഇത്തിഹാദ് തഹത റായത്തിൽ ഖുർആനി വസ്സുന്ന വസീറത്തിസ് സലഫിസ് സാലിഹ്. ഐക്യസംഘം ഇസ്ലാമിക സാഹോദര്യത്തിലേക്കും ഐക്യത്തിലേക്കും ക്ഷണിക്കുന്നു, ഖുർആന്റെയും സുന്നത്തിന്റെയും കൊടിക്ക് കീഴിലായിക്കൊണ്ട്. വസീറത്ത് സലഫ് സാലിഹ്, സലഫ് സാലിഹുകളുടെ ചര്യയുടെ അടിസ്ഥാനത്തിലും. ഇനി KNM-നും KJ-നും പരിചയപ്പെടുന്നുണ്ട്. വതഖൂമാനി ബിദ്ദഅവത്തി ഇലാ തആലിമിൽ ഖുർആനി വസ്സുന്ന, ഖുർആന്റെയും സുന്നത്തിന്റെ അധ്യാപനങ്ങളിലേക്ക് KNM-ഉം KJ-യും ക്ഷണിക്കുന്നു. വസീറത്ത് സലഫ് സാലിഹ്, സലഫ് സാലിഹുകളുടെ ചര്യയിലേക്കും. ഹലാഖദ്യ ഖൗലിൽ ഇമാം മാലിക്, ഇമാം മാലിക് പറഞ്ഞതുപോലെ എന്ത്, ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന് ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നാവുള്ളൂ. പക്ഷെ നീല പുസ്തകത്തിൽ അവർ പറഞ്ഞെന്താ നിങ്ങൾ കേട്ടോളി. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുൻകാല നേതാക്കളായ വക്ക മൗലവി, കെ മൗലവി തുടങ്ങിയവർ പടുത്തുയർത്തിയ പാതയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെത്. അതിൽ നിന്നുള്ള വ്യതിയാനത്തെ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ കെ മൗലവിയും അതുപോലെ ഈ കെ മൗലവിയൊക്കെ പടുത്തുയർത്തിയ പാത സലഫി മന്നേജ് പറയാൻ ധൈര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർ രണ്ടുപേരും സലഫ് സാലിഹ്യങ്ങളെ ചര്യ നോക്കണ്ട, ഖുർആൻ സുന്നത്തും മാത്രം നോക്കിയാൽ മതി എന്നാണോ പറഞ്ഞത്? ഐക്യസംഘം വക്കമൗലി നേതൃത്വം കൊടുത്ത ഐക്യസംഘമല്ലേ പിന്നീട് KJ ആയത്? ഐക്യസംഘത്തിന് 2ാം വർഷത്തിനല്ലേ KJ ഉണ്ടായത്? ആ KJ സ്ഥാപിച്ചത് മുമ്പിൽ നിന്ന് K മൗലവി അല്ലേ? ആ K മൗലവി നേതൃത്വം കൊടുത്ത ഭരണഘടനയിലാണ് അത് പറഞ്ഞത്. എന്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവരും സലഫ് സാലിഹുകളുടെ ചര്യനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു KJ-ന്റെ മെമ്പർമാരെന്ന്. ഞാനിതൊക്കെ പറഞ്ഞെന്താ അറിയോ, നമ്മളാളുകൾക്ക് തന്നെ തോന്നൽ ഇപ്പൊ സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോ മടവൂരിനെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചതല്ലേന്ന്. ഞാൻ KNM-ന്റെ പോക്ക് തന്നെയാണ് എന്നാലും എന്ന് പറയുന്നവർ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അല്ല, ഇത് മുമ്പേ ഉള്ളതാണ്. കേരള ജംഇയ്യത്തുൽ ഭരണഘടന മുതൽക്ക് അന്നേ നമ്മൾ പറഞ്ഞു പോരുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മനസ്സിലാക്കുന്നത് സലഫുസ് സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. ഇപ്പോ ഓരോരുത്തർ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നമ്മൾ വെല്ലുവിളിക്കണം. ഒരൊറ്റ സഹാബി അങ്ങനെ വ്യാഖ്യാനിച്ചണോ? അല്ലേ? വജാ റബ്ബുക, നിന്റെ റബ്ബ് വന്നു. അപ്പൊ വജാ അമ്രു റബ്ബിക, നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യം ഇറങ്ങുന്നതാണ് അർത്ഥം. ഒരൊറ്റ സഹാബി അങ്ങനെ വ്യാഖ്യാനിച്ചണോ? ഒരൊറ്റ താബി അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കണോ? 5 കൊല്ലങ്ങൾക്ക് അവധി ഇറങ്ങി കൊണ്ടുവരാൻ പറ്റുമോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വെല്ലുവിളിച്ചിട്ടുണ്ട്. കൊല്ലങ്ങൾ അവധി കൊടുത്തു, ഇതിനെതിരായിട്ടൊരു വാക്കുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് മടങ്ങിയാൽ എല്ലാ പ്രശ്നവും തീരും. നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ മതി. ജിന്നാകട്ടെ, ശൈത്താനാകട്ടെ, സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, എന്ത് വിഷയവും സഹാബികളും താബികളും എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കിയ ഒരു പ്രശ്നമല്ല. അതിനെതിരായി നമ്മൾ വല്ലതും മുമ്പ് പറഞ്ഞോ എഴുതിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമല്ല. അബദ്ധങ്ങൾ സംഭവിക്കാത്ത മാലാഖമാരൊന്നല്ല ഈ സംഘടന നടത്തുന്നത്. എല്ലാവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റും. മുമ്പും പല അബദ്ധങ്ങൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. യാതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിന്റെ ഒരു വശം മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിച്ചുള്ളൂ. അതിന്റെ അടിസ്ഥാന വിഷയം മാത്രം, അതായത് ഖുർആനും സുന്നത്തും പ്രമാണങ്ങളും മനസ്സിലാക്കുന്നതിലുള്ള സലഫുകളുടെ നിലപാട്. ഇനി വിശ്വാസരംഗത്ത്, കർമ്മരംഗത്തൊക്കെ ഉള്ള സലഫുകളുടെ നിലപാട് എന്താണെന്നും അതും നമ്മളുമായി ഇങ്ങനെ പൊരുത്തപ്പെടുമെന്നൊക്കെ വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. സലഫി മൻഹജിനെതിരിലുള്ള മടവൂരികളുടെ പുതിയ വിമർശനങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. എനിക്കെൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ KNM-ന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ പോരാ, എന്താണ് KNM എന്നും എന്താണ് KJ എന്നൊക്കെ നമ്മളൊക്കെ ഒന്ന് പഠിക്കണം. സംഘടന പളരുമ്പോൾ ഔദ്യോഗിക പക്ഷത്തിന്റെ കൂടെ നിൽക്കലല്ലേ മാന്യത എന്ന നിലക്കത്തിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇനിയും പ്രതിസന്ധികൾ പലതും വരും. അപ്പോഴൊക്കെ ഈ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അനൈക്യങ്ങളും നമുക്കതിൽ ഉണ്ടാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പിശാച് നമ്മളെ ഭിന്നിപ്പിക്കാൻ നല്ലവണ്ണം ശ്രമിക്കും. ആദർശത്തിന്റെ പേരിലാണ് നമ്മൾ യോജിച്ചിട്ടുള്ളത്, വേറെന്തിൻ്റെയും പേരിലല്ല. നമ്മൾ യോജിച്ചത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാന്റെ പേരിൽ വെറുക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അള്ളാന്റെ പേരിലാണ്. മടവൂരികൾ പോയപ്പോൾ നമുക്ക് എത്ര വലിയ കൂട്ടുകാരുണ്ടായിരുന്നു. കോഴിക്കോടൊക്കെ വന്നാൽ സ്ഥിരമായി നമ്മൾ കടന്നിറങ്ങുന്ന കൂടെ നടക്കുന്ന എത്ര ആളുകൾ ഇപ്പൊ കണ്ടാൽ മുണ്ടും കൂടിയില്ല. പക്ഷെ നമ്മളെ മനസ്സിൽ ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഹദീസ് ഓർക്കുമ്പോൾ മൻ അഹബ്ബലില്ല വഅബ്ഗളലില്ല വഅതാലില്ല വമനഅലില്ല ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാന്റെ പേരിൽ സ്നേഹിക്കുകയും അള്ളാന്റെ പേരിൽ വെറുക്കുകയും അള്ളാന്റെ പേരിൽ കൊടുക്കുകയും അള്ളാന്റെ പേരിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യും, അവന്റെ ഈമാൻ പൂർത്തിയായി. എന്തിനാ നമ്മൾ അവരെ സ്നേഹിച്ചത്? അള്ളാന്റെ പേരിൽ. ഇപ്പോൾ അവരെ വെറുക്കേണ്ടി വന്നു, അള്ളാന്റെ പേരിൽ.
വേറെ യാതൊരു താല്പര്യമില്ല. അവരാദർശം ഉപേക്ഷിച്ച് ഈ ആദർശത്തിലേക്ക് വന്നാൽ നമ്മളവരെ കയ്യും കാട്ടി സ്വീകരിക്കും. അപ്പൊ അയാളെന്ന വ്യക്തിയോട് നമുക്ക് വിദ്വേഷമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മടവൂരിയുടെ സ്ഥിതി പറഞ്ഞാൽ ഹുസൈൻ മടവൂര് മാറിയപ്പോലും മാറാത്ത ജാതി സാധനങ്ങളെ താഴെ കടയിലുള്ളത്. അതാ ഹുസൈൻ മടവൂരിന് വേണമെങ്കിൽ ചിലപ്പോ മാമോദീസ മുഖ്യം നന്നാക്കി എടുക്കാൻ നിൽക്കാം. മറ്റത് നന്നാകാത്ത ജാതിയിലെ താഴെ തട്ടിലുള്ളത് അത്ര മാത്രം അതപ്പതിച്ച സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അവരുമായിട്ടുള്ള യാതൊരു യോജിപ്പിനെ പറ്റിയും ആലോചിക്കേ വേണ്ടയില്ല. അവരെ എങ്ങനെ മാറ്റി നിർത്താം എന്നതിനെ പറ്റി മാത്രം പഠിക്കുക. മടവൂരിസം എന്താണെന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഈ CPD സലാം സുല്ലമിന്റെ ഒക്കെ ഫിത്തനയിൽ പെട്ടും. സലാം സുല്ലമി എന്ന ആൾ ഉണ്ടാക്കിയ ഫിത്തന അത് മാത്രം തീർക്കാൻ ഒരു ആയുസ് ചിലവാക്കേണ്ടില്ല. അത്ര മാത്രം അയാൾ എഴുതി വിടുന്നത്. ഇപ്പൊ അയാൾ എഴുതി ലാസ്റ്റ് എഴുതി അറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൊട്ടപ്പുറം സംവാദത്തിൽ ഞാനും അലിയക്കുറലിയും ഒക്കെ കിതാബ് നോക്കി ഇബാർത്തും കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങളെ വായിക്കാനേക്കാതെ AP ആണ് മുമ്പ് ചാടും. അതുകൊണ്ട് ആ കൊട്ടപ്പുറത്ത് തോറ്റത്. ഈ കാക്ക അഭിമുഖം കൊടുത്തിരിക്കാണ് ഖുറാഫികൾക്ക് അഭിമുഖം കൊടുത്തിരിക്കുകയാണ് 25 കൊല്ലത്തിന് ശേഷം. മാത്രമല്ല പിന്നെ അയാൾ പറഞ്ഞത് ചെറിയ മുണ്ട് അങ്ങോട്ട് വരൂ സ്കൂളിൽ നിന്ന്, അയാൾ കിതാബൊന്നും നോക്കൂല, എന്നിട്ട് അയാൾ അങ്ങോട്ട് പ്രസംഗിക്കും. എന്താ ആരെയാണ് ഇയാൾ ഒറ്റ കൊടുക്കുന്നത്? ഈ തൗഹീദ് പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കണം ഇയാൾ. അയാളാണ് സലഫി മനജിന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നമ്മളെ ചില ആളുകളൊക്കെ അയാളെ ബുക്ക് വായിച്ചിട്ട് അതിലുള്ളത് അപ്പോഴും വിശ്വസിച്ച് നടക്കണത്. അതൊക്കെ മനസ്സിലാക്കിക്കോളിയും. അയാൾ ഈ ആദർശത്തിന്റെ ശത്രുവാണ്, തൗഹീദിന്റെ ശത്രുവാണ്. നമ്മൾ പറയത് ഇയാള് ഒരു വൈദ്യരേറ്റ് നടത്തിയ വാദപ്രയോഗം കൊണ്ടോട്ടീന്ന് ഇത്ര കാലം മടവൂരികൾക്ക് കേസറ്റ് ഇറക്കാൻ ധൈര്യം കിട്ടിയോ? വേറെ ഒന്നും വേണ്ട. ആ കേസറ്റ് എന്ത് ഇറക്കാഞ്ഞ് തലശ്ശേരി ഒന്ന് നടത്തിയപ്പോൾ ഇവിടെ സിദ്ദീഖിനോട് ചോദിച്ചാൽ അറിയാം. അയാൾ ഇങ്ങനെ കൊണ്ടത് വായിച്ചും മറ്റോട് പറഞ്ഞൊന്നും നോക്കൂല. ഞാനും അലിയക്രലി എഴുതിക്കൊണ്ട് ഈ വാർത്ത AP അതേറ്റങ്ങോട്ട് ചാടും മുന്നിൽക്ക്. നോക്കിയാണ് നിങ്ങൾ എത്ര ഈ കൊട്ടപ്പുറം സംവാദം വരെ നമ്മൾ തോറ്റു 25 കൊല്ലത്തിന് ശേഷം കാക്ക പറയാ. ഇത് മനസ്സിലെച്ചോണ്ടല്ലേ ഇയാൾ നമ്മളപ്പം നീന്ന്. ഞാൻ അതാ ആലോചിച്ചു. ഇതൊക്കെ ഇയാളെ മനസ്സിലൊന്നും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആദർശ ശത്രുക്കളാണ് മടവൂരികളെന്നും സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അത് പഠിപ്പിക്കണമെന്നുമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് CD ടവറിൽ ഈ ക്ലാസ്സിൽ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആളുകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒരാളെ കൊണ്ടുവരാ അടുത്ത ക്ലാസ്സിന്. അധികം ആളെന്ന് കൊണ്ടുവരാ. നിങ്ങൾ ഒരാള് ഇവിടെ ക്ലാസ്സിന് സാധാരണ വരാത്ത വേറൊരാള്, വരുന്നവനെ തന്നെ കൂട്ടിയിട്ട് കാര്യമല്ല, വരാത്ത ഒരാളെ കൊണ്ടുവന്നായി. വേറെ അധികം ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാലും മതി. ഒരു കൊല്ലങ്ങൾ ഒരാളെ ഫോളോ ചെയ്ത് പ്രവർത്തിക്കുക. ഓന് കാസറ്റ് കൊടുത്തിട്ട് ഓന് ബുക്ക് കൊടുത്തിട്ട് ഓനെ യോഗത്തിന് വന്നു അടുത്തല്ലം വേറൊരാളെ. അങ്ങനെ പിന്തുടർന്നാൽ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എത്ര വളരുന്നറിയോ? അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് ഇതൊരു ബാധ്യതയായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ചുള്ള പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ വന്നുപോയുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.